ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ സ്വന്ത സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ സഹായമെന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കുശി അവർകൾക്കായി സ്തോത്രം. സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, ബഹുമാന്യരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റജി ജോർജ് കൊട്ടാരക്കരയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ 7ാമത് പകലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ സ്തോത്രം 7 രാത്രികളിലും 6 പകലും കർത്താവിൻ്റെ ദാസന്മാരെ നമ്മുടെ മധ്യ അതാത് സമയങ്ങളിൽ അയച്ച് കർത്താവ് നമ്മോട് ഇടപെട്ടു എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. വ്യക്തമായ ദൈവിക ശബ്ദങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുപുരകളൊന്നും പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. ഇന്ന് പകലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജി ജോർജ് അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഞാൻ ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ സ്തോത്രം ഞാൻ തൃക്കണ്ണമംഗലുള്ള ഒരു ഭവനത്തിൽ ഒരു സഭയുടെ മീറ്റിങ്ങിനായിട്ട് ശുശ്രൂഷകൾക്കായി ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോഴാണ് ആദ്യമായി കർത്തദാസനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം ഒരു പാസ്റ്ററാണോ എന്ന് പോലും എനിക്ക് പിടികിട്ടിയില്ല. എന്നാൽ ശുശ്രൂഷകളുടെ മധ്യത്തിൽ എനിക്കത് തിരിച്ചറിയുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. പിന്നത്തേതിൽ എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും കർത്തദാസനെ ശുശ്രൂഷകൾക്കായി പറഞ്ഞയക്കുവാനും അവിടെ എല്ലാം ദൈവം ശക്തിയോടെ കർത്തദാസനെ ദൈവോടെ ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിലും കർത്താവിൻ്റെ വചനം പ്രസംഗിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ശക്തമായി അവിടെയും കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം. ഇന്ന് പകലും രാത്രിയിലും പകലും രാത്രിയിലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മോടായിരിക്കുന്നതിൽ വളരെ സന്തോഷം, വളരെ ബഹുമാനത്തോടെ കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ തുടർന്നുള്ള സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജി ജോർജ് അവർകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. കരങ്ങളും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. നാളേക്കുള്ള ആകുലം വേണ്ട, നല്ല സമ്പന്നൻ അരികിലുണ്ട്. നാളേക്കുള്ള ആകുലം വേണ്ട, നല്ല സമ്പന്നൻ അരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോൻ കരുണയുള്ളവൻ. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം
കരുതി വയ്ക്കുന്നോൻ കരുണയുള്ളവൻ, അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലുമുന്നതനായവനേ, ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ആമേൻ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. നിന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ആമീൻ. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലുമുന്നതനായവനേ, ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ആമേൻ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ഈ ലോകവാസത്തിൽ ക്ഷീണിതനായി മാറിപ്പോകല്ലേ മർത്യ ശരീരം. ഈ ലോകവാസത്തിൽ ക്ഷീണിതനായി മാറിപ്പോകല്ലേ മർത്യ ശരീരം. എൻ കാന്തൻ വരവ് ഏറ്റമടുത്തു, നാം ഒരുങ്ങിടുക വിശ്വസ്തരായി. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലുമുന്നതനായവനേ, ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ആമേൻ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ കരുതി ആവശ്യമായതെല്ലാം തന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്ക് നന്ദി. ഈ തിരക്കേറിയ പട്ടണത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ പ്രാദേശിക സ്ഥലത്ത് ദൈവം ഒരുക്കിയ ഞങ്ങളുടെ ദൈവസഭയ്ക്കായും ഞങ്ങളുടെ കുടുംബങ്ങൾക്കായും ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളമൊക്കെ ദൈവം ഞങ്ങളെ ആദരിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്ക് നന്ദി. കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് ആശ്വാസമായി, തണുപ്പായി, അനേകരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി ഈ ദൈവസഭയെ ദൈവം കണ്ടതിന് നന്ദി പറയുന്നു. ഈ സമയം വരെ ഞങ്ങളെ ശുശ്രൂഷിച്ച കർത്തൃദാസനായി സ്തോത്രം. ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം തലവണക്കിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായും സ്തോത്രം. തിരുവചന കേൾവിക്കായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ ഉപവാസത്തിൻ്റെ ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായി തീരേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണമേ, മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസം നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ കോശി പാസ്റ്റർ അവറുകൾ, അതുപോലെ എൻ്റെ സ്നേഹിതനും അപ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് വളരെ കൈത്താങ്ങലും പ്രോത്സാഹനവുമൊക്കെ ആയിരിക്കുന്ന പ്രിയ ജോബിൻ പാസ്റ്റർ കുടുംബം, അതുപോലെ ഇംഗ്ലീഷ് വർഷിപ്പിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ജീച്ചാൻ,
ഫാമിലി, മറ്റ് പ്രിയപ്പെട്ടവർ, കർത്തൃദാസന്മാർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ചില മുഖങ്ങളെയൊക്കെ ഞാൻ കണ്ട് ഓർമ്മയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് വർഷിപ്പിൽ വന്ന സമയത്ത് ചില ആളുകളെ കാണാനും പരിചയപ്പെടുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. തീർച്ചയായും എൻ്റെ സുവിശേഷ യാത്രകളിൽ ഈ ദിവസത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി പരിഗണിക്കുകയും എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ഈ സഭയെക്കുറിച്ച് കാലങ്ങൾക്ക് മുൻപുള്ള അറിവുകളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി ആദ്യമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും എന്നെ ക്ഷണിച്ച ഈ പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ടൊക്കെയാണ് ഈ സഭ ദൈവപാദപീഠത്തിലിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സ്നേഹിതരായ പലരും ഇതിനോടകം ശുശ്രൂഷിച്ചു. ഇനിയും അങ്ങോട്ട് അങ്ങനെയുള്ള ആളുകൾ വരുന്നു എന്ന് കേട്ടതിലുമൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഈ പകലും രാത്രിയും നിങ്ങളോടൊരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ജോബിൻ പാസ്റ്റർ എന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു, ഒരു ദിവസം മാത്രം കണ്ട് പരിചയം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ചെറിയ വിടവുണ്ട്. എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉള്ളൂ എന്നതിൻ്റെ ഒരു ചെറിയ ഇതും കൂടെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഞാനുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. വലിയ അടുത്ത് പരിചയമില്ലാത്ത ഒരാളുകളെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഈ കാലഘട്ടമാണല്ലോ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ജോബിൻ പാസ്റ്ററോട് ചോദിക്കും, സാറ് പാസ്റ്ററല്ലേ പുള്ളിയെ വിളിച്ച് വരുത്തിയത് എന്ന് ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടാണ് നിൽക്കാറുള്ളത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്, എന്നാൽ ഈ പുള്ളി ഏതാ എന്തോ എന്നൊരു തോന്നലും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മലയാളികളാണല്ലോ, തിരുവനന്തപുരത്ത് താമസിക്കുന്നെങ്കിലും പെന്തക്കോസുകാരെല്ലായിടത്തും ഒരേ രീതിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാലും പുള്ളി തേച്ച് മടക്കിയ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വന്ന് ഈ കക്ഷി ഏതാ, കല്യാണം കഴിച്ചാണോ പെന്തക്കോസിലാണോ എന്നൊക്കെയുള്ളൊരു തോന്നൽ വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ സന്ദേശം തുടങ്ങുന്നതിന് മുൻപേ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകണം. ഓക്കെ, എൻ്റെ പേര് പറഞ്ഞു, റെജി ജോർജ് എന്നാണ്. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. എന്നാൽ ചില വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ യാത്രകൾ ചെയ്തു. ഇപ്പോഴൊരു 1.5 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ദൈവദാസൻ പറഞ്ഞതുപോലെ തൃക്കണ്ണമംഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാദേശിക സഭയുടെ അംഗമായി അങ്ങനെ പോവുകയും അപ്പോൾ തന്നെ വയലയിൽ, അതായത് ഏനാത്തിൽ നിന്ന് ഏഴംകുളത്തിന് പോകുന്ന വഴിക്ക് വയല, അതാണ്ട് ആ വയലക്കാരൻ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടു. വയല ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വേലയിലുമായിരിക്കുന്നു. കുടുംബസ്ഥനാണ്, വൈഫ് റിനി. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ ചെറുതായിട്ട് മനസ്സിലായി. ഇനി നമ്മുടെ പ്രസംഗത്തോട് ചേർന്ന് കുറേയും കൂടെ പരിചയപ്പെട്ട് ഇങ്ങനെ പോകും. അപ്പം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ഈ യോഗങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ എന്നോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്ത പ്രാരംഭത്തിലൊന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവമാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെയൊക്കെ ഇടയിൽ, അതായത് ദൈവമക്കളുടെ ഇടയിൽ, കൂടുതലും ദൈവമക്കളുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പിശാച് കൊണ്ടുവന്നിടുന്ന ഒരു കളയുണ്ട്. അവൻ്റെ ഒരു വിത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്നിടും, സഭയിൽ കൊണ്ടുവന്നിടും, നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുവന്നിടും. എന്താണ് ആ വിത്ത് എന്ന് ചോദിച്ചാൽ ഞാനത് ലഘൂകരിച്ചങ്ങ് പറയാം. ചില തെറ്റായ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയത്തില്ല. ഞാൻ ഒരല്പം കൂടെ ലളിതമാക്കാം. എന്താ ഈ തെറ്റായ ബോധ്യമെന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിനെ പിശാച് കൊണ്ടുവന്ന് ചിലത് വിശ്വസിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഇത്രയും പേര് വന്നു, ഒരാളെ നോക്കി, ജോബിൻ പാസ്റ്റർ എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ആ പേര് പിന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ ജോബിൻ പാസ്റ്ററിനെ സംബന്ധിച്ച് ശുശ്രൂഷ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരെയും ശ്രദ്ധിച്ചുവെങ്കിലും എല്ലാവരെയും നോക്കി ചിരിക്കാൻ പറ്റിയില്ല. ഒരാളുടെ മനസ്സിലൊരു തോന്നൽ, എന്തോ പാസ്റ്ററിന് എന്നോടെന്തോ ചിരിച്ചില്ലല്ലോ, കൈ തന്നില്ലല്ലോ, പാസ്റ്ററിൻ്റെ അമ്മാമ്മയ്ക്ക് എന്തോ എന്നോട് മാത്രം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസമായിട്ട് എനിക്ക് മുഖം തരുന്നില്ല. അപ്പോൾ തന്നെ പിശാച് അകത്തു കൊണ്ടുവന്നിട്ട് മിക്കവാറും മറ്റേ കാരണമായിരിക്കും,
ഞാൻ ആ ഫോൺ ചെയ്തത് പാസ്റ്ററിന്. ഹലോ, ഇതെങ്ങനെ ഞാൻ അറിഞ്ഞേന്നാ അല്ലേ? നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇച്ചിരി അങ്ങോട്ട് വരിക. നമ്മുടെ അകത്ത് തെറ്റായ ബോധ്യം കൊണ്ടുവന്നിടുകയാണ്. എല്ലാ ദിവസവും നമ്മൾ നന്നായി സോപ്പും ഒക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിക്കുന്നവരാ. ഒരു ദിവസം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ മുതുകത്തിൻ്റെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തടുപ്പ്, ഇങ്ങനെ തൂത്ത സമയത്ത് കണ്ട ഒരു തടുപ്പ്. ഉടനെ നമ്മുടെ മനസ്സിലേക്ക് പിശാച് കൊണ്ടുവന്ന് മിക്കവാറും RCCയിൽ ഇത് തീർക്കുകയുള്ളൂ. ഹലോ, ഒരു ചെറിയ ചൂടുകുരു പൊങ്ങിയതേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങ്, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് പിശാച് കൊണ്ടുവന്ന് ഈ വിത്തങ്ങ് വിതയ്ക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ വിവേചിച്ചിട്ട് പറയുന്നു, ചില തെറ്റായ ബോധ്യങ്ങൾ നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്നിട്ട് രോഗിയാണെന്നും കുടുംബം നഷ്ടപ്പെട്ടെന്നും തലമുറ നഷ്ടപ്പെട്ടെന്നും ഇവിടെ നിങ്ങൾ നശിച്ചു പോയെന്നും ഈ പട്ടണത്തിൽ അനാഥനെ പോലെ മാനസിക രോഗിയെ പോലെ നിങ്ങൾക്ക് നടക്കേണ്ടി വരുമെന്നും പിശാച് വിത്ത് വിതച്ചിട്ട് ചില ദിവസങ്ങളായി. ഇന്ന് പകൽ അതിനെ പൊളിക്കുന്ന പകലാകണം. ആമേൻ. ആ വിത്തിനെ ഇന്ന് പകൽ എടുത്തു കളയുന്ന ഒരു പകലായി മാറണം. ഈ 21 ദിവസത്തെ ഉപവാസം തെറ്റായ ബോധ്യങ്ങളെ പൊളിച്ചു കളയുന്ന ശുശ്രൂഷ മേഖലകളിൽ ഇനി ഞാൻ പ്രയോജനപ്പെടുത്തില്ല. എൻ്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നു, എൻ്റെ ബിസിനസ് തകർന്നു, എൻ്റെ ജോലി തീർന്നു എന്നൊക്കെ പറഞ്ഞ തെറ്റായ ചിന്തകൾ കൊണ്ടുവന്ന് അകത്തിട്ട് മുഖത്തെ ചൈതന്യം നഷ്ടപ്പെടുത്തിയവരാരെങ്കിലും ഈ പകലിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, 7ാമത്തെ ദിവസം നിന്റെ മേൽ ഒരു ചൈതന്യത്തെ ദൈവം പകരാൻ പോകുകയാണ്. ഞാൻ ഈ പറഞ്ഞത് ചിലർക്ക് പിന്നെയും വ്യക്തതയോടെ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്ന് അതൊന്ന് തെളിയിപ്പാൻ ആഗ്രഹിക്കുക. വെറും വാക്ക് പറഞ്ഞു പോകത്തില്ല, വചനത്തിൽ നിന്ന് ഞാൻ തെളിയിക്കാം. അതുകൊണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ, ഈ പ്രായമുള്ള മനുഷ്യൻ എല്ലാ നിലയിലും സമ്പന്നന, മക്കൾ ധാരാളം, കൊച്ചുമക്കൾ ധാരാളം, സമ്പത്ത് ധാരാളം, ആടുമാടുകൾ ധാരാളം. ഇപ്പോൾ നല്ല വാർദ്ധക്യത്തിലെത്തി. എല്ലാവരും ഒറ്റ വാക്കിൽ പറയും, ഒറ്റ നോട്ടത്തിൽ പറയും, ചുമ്മാതെ കസേരയിലിരുന്ന് ഈ അപ്പച്ചന് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാൻ കഴിയും. എപ്പോഴും എല്ലാവരെ പോലല്ല, നിങ്ങളിൽ ചിലരിയ്ക്കുന്ന പോലെ താടിക്ക് ഇങ്ങനെ കയ്യുമൊക്കെ കൊടുത്ത് വല്ലാതെ നിരാശപ്പെട്ട് വല്ലാതെ വിഷമിച്ചായിരിക്കുന്നേ. ഈ ഇരിപ്പ് കാണുമ്പോൾ പലരും വന്നിട്ട് ചോദിച്ചാൽ അപ്പച്ചൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോദിക്കുക, അല്ലേ അപ്പച്ചൻ്റെ മുഖത്തെന്താ ഇത്ര നിരാശ? അപ്പച്ചൻ പറയുക, മോനെ എൻ്റെ നിരാശ ഞാൻ പറയാം. എന്താ എൻ്റെ നിരാശ എന്നറിയാമോ? എനിക്ക് മക്കളുള്ള കാര്യമൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. എനിക്ക് വാർദ്ധക്യത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നായിരുന്നു. നല്ല പ്രായമായ സമയത്ത് 2 കുഞ്ഞുങ്ങളെ തന്നു. അതിൽ ഒരു മോനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, മക്കളെ, നിന്റെ ചേട്ടന്മാർ ജോലിക്ക് പോയിട്ട് ഒത്തിരി ദിവസങ്ങളായി, കുറച്ച് ഭക്ഷണമുണ്ട് എൻ്റെ കയ്യിൽ, അത് നിന്റെ ചേട്ടന്മാർക്ക് കൊടുത്ത് അവരുടെ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നീ കുഞ്ഞ് ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അപ്പച്ചൻ കൊടുത്ത ഭക്ഷണ സാധനം കൊണ്ട് ചെല്ലുകയാ. സ്വത്രം സംഭവം അറിയാം, ജോസേപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പോയ കുഞ്ഞ് ഇത്രയും കാലമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. ഈ അപ്പച്ചനെ ഈ മൂത്ത മക്കളെല്ലാം കൂടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതുപോലൊരു തുണി എടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച ഈ തുണി ഒന്ന് നോക്കിക്കേ. ഈ തുണിയിൽ കാണുന്ന ഈ രക്തക്കറ കണ്ടോ? ഈ രക്തക്കറ അത് അപ്പച്ചൻ്റെ ഇളയ മകൻ ജോസേപ്പിനെ വന്യമൃഗങ്ങൾ പിടിച്ചു വലിച്ചു കീറി കൊന്നതാ. ഈ വസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പച്ചൻ ആളുടെ എടുത്തിട്ട് പറയാം, മോനെ, എൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ കാരണം ഈ തുണിയിൽ കാണുന്ന രക്തക്കറയില്ലേ, അതെൻ്റെ ഇളയ കുഞ്ഞ് ജോസേപ്പിൻ്റെ രക്തക്കറയാ. ഇത് ഈ അപ്പനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ആൻറ്റി, സ്വത്രം, ഈ അപ്പനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഈ കുഞ്ഞ് മരിച്ചോ? മരിച്ചിട്ടില്ല. അവൻ മറ്റൊരിടത്ത് മന്ത്രിയുടെ കസേരയിലിരിക്കുക. പക്ഷേ കാലങ്ങളായി അപ്പൻ്റെ അകത്ത് തെറ്റായ ബോധ്യം കൊണ്ടുവന്നിട്ട് അപ്പനെ നിരാശപ്പെടുത്തുന്ന ഒരു തലമുറയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ. അല്പസമയം കഴിഞ്ഞപ്പോൾ അപ്പനൊരു കാഴ്ച കാണുകയാ. വീടിന്റെ മുറ്റത്തേക്ക് ദാണ്ടടാ ഒരു തേര് വരുന്നു. ഒരു തേര് വരികയാ. അപ്പൻ തിരക്കി, ഇതാ ആരയച്ച രഥമാ,
ഈ രഥം ആരാണ് അയച്ചത്? അപ്പോഴാ അപ്പൻ അറിവ് കിട്ടി, ഇത് ജോസേഫ് അയച്ച രഥങ്ങളാ. നാം വായിക്കുന്നു, രഥങ്ങൾ കണ്ടപ്പോൾ അപ്പന്റെ മുഖം പിന്നെയും ചൈതന്യപ്പെട്ടു. ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മുഖത്ത് ചൈതന്യം ഈ പകലിൽ ദൈവം പകരാൻ പോകുക. തെറ്റായ ബോധ്യങ്ങൾ തെളിവ് കാണിച്ച് ചില ലാബുകളിൽ നിന്നും ചില മെഡിക്കൽ സയൻസുകളും നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്ന ചില തെറ്റായ ബോധ്യങ്ങളെ ഈ പകലിൽ ദൈവം പൊളിക്കുക. ഈ പകലിൽ കർത്താവ് പറയുന്നു, ചില തെറ്റായ ബോധ്യങ്ങൾ തമ്പുരാൻ ഇന്ന് പകൽ പൊളിക്കാൻ പോകുക. ആരുടെയൊക്കെ കൈവശം ഇവിടുത്തെ വിദഗ്ധരായ ഡോക്ടേഴ്സ് കൊടുത്ത ചില തെളിവുകൾ നിങ്ങളുടെ കൈവശം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടുത്തെ വലിയ ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത ചില റിപ്പോർട്ടുകൾ നിങ്ങളുടെ കൈവശമുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, അത് തെറ്റായ ബോധ്യമാ. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ജോസഫ് മരിച്ചിട്ടില്ല, അവൻ ഒരിടത്ത് മന്ത്രിയായി പുകഴുകയാണ്. അവൻ ഇന്ന് പകൽക്കാലം അപ്പന് കയറിപ്പോകാനുള്ള രഥങ്ങളെ അയച്ചപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ, ഈ 7ാമത്തെ ദിവസം ചില കുടുംബങ്ങളിൽ ചൈതന്യം പ്രവേശിക്കാൻ പോകുക. ചില വ്യക്തികളുടെ മേൽ ചൈതന്യം ഇറങ്ങാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഈ പകൽ വിശ്വസിക്കുക, ഈ 7ാമത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ദൈവം എനിക്ക് മടക്കി തരും. എൻ്റെ ജീവിതത്തിൽ നഷ്ടമായ, എൻ്റെ തലമുറയിൽ നഷ്ടമായ, എൻ്റെ ശുശ്രൂഷയിൽ നഷ്ടമായ, എൻ്റെ ബിസിനസ്സിനകത്ത് നഷ്ടമായ ചൈതന്യത്തെ തമ്പുരാൻ മടക്കി തരും. ആ ഉറപ്പോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ഈ പകലത്തെ ചിന്തകൾക്ക് ആധാരമായി വായിക്കാം. പ്രവാചകനായ യെശയ്യാവ് എഴുതിയ പുസ്തകം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരാൾ ശബ്ദമുയർത്തി വേഗത്തിൽ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അവൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ, അത് മടക്കുന്നവൻ ആർ. ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം ഒരുപക്ഷെ ഇതിനു മുൻപ് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു പോയിട്ടുണ്ടാകാം. ഒരു പ്രസംഗം എന്ന നിലയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഈ വാക്യം നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. ഇന്ന് പകൽ ഈ വേദശകലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിച്ച വേദവാക്യം നിങ്ങൾക്ക് പരിചിതമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലപ്പെടുത്തുന്നത് ആർ. യഹോവ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നത് ആർ. സ്തോത്രം. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ബലമല്ലേ, ഒരു ധൈര്യമല്ലേ? ഈ പകലിൽ പരിശുദ്ധാത്മാവ് സഭയോടും കുടുംബങ്ങളോടും പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട് ബ്രദറെ. നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട് സിസ്റ്ററെ. മാതാവേ, നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്. സിസ്റ്ററെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. അത് പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല, അതിനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ, അതിനെ പൊളിച്ചു കളയുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് പകൽ കർത്താവ് പറയുക, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്. ആ നിർണയത്തെ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിക്കുകയും ഉരുവിടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്നെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തുന്നത് പല സന്ദർഭങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇന്ന് പകൽ ഈ സന്ദേശം ചില ആളുകളെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും, ചിലരെ ധൈര്യപ്പെടുത്തുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവചനത്തെക്കുറിച്ചൊക്കെ ഒട്ടനവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്നറിയാം. എനിക്കും ഒരുപക്ഷെ ഈ പ്രവചന പുസ്തകത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയാനും കഴിഞ്ഞേക്കാം. എന്നാൽ അങ്ങനെ ഒരു പഠന വിഷയത്തിലേക്ക് ഞാൻ പോകാതെ ആ വാക്യം മാത്രം എടുക്കാൻ ആഗ്രഹിക്കുക. ഇതൊരു പ്രവചന പുസ്തകമാണ്, നമുക്കറിയാമല്ലോ. ഈ പ്രവചന പുസ്തകത്തിൻ്റെ താളുകൾ ഇങ്ങനെ വായിച്ച് മുൻപോട്ട് വരുമ്പോൾ പ്രവാചകൻ ജനത്തെ നോക്കി പറയുകയാണ്, ജനമേ, നിങ്ങൾ അറിയണം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്.
ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നു, ഇത് ആർക്കും പൊളിക്കാൻ കഴിയാത്ത, ആർക്കും ദുർബലമാക്കാൻ കഴിയാത്ത, ആർക്കും നിസാരവൽക്കരിക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചും നിങ്ങളുടെ ആത്മീക യാത്രയെക്കുറിച്ചും ദൈവത്തിനുള്ളത്. അതിനുശേഷം പറയുന്നു, യഹോവ കൈ നീട്ടിയിരിക്കുന്നു. ആരുടെ നേരെ? നിങ്ങളുടെ നേരെ കർത്താവ് കൈ നീട്ടിയിരിക്കുന്നു. അത് മടക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്നാ? നമ്മുടെയൊക്കെ വിഷയം എന്നാ? നമ്മൾ കാലങ്ങളായി ദിവസങ്ങളായി ഭാരപ്പെടുന്നത്, ദൈവമേ എന്നെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് എന്നെനിക്കറിയാമെങ്കിലും ആരൊക്കെയോ എൻ്റെ കുഞ്ഞിൻ്റെ സ്തോത്രം, എൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ഈ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ പാസ്റ്റേഴ്സ് ആണെങ്കിലും സഭയിൽ നിന്ന് ചില കൊച്ചുങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നതൊക്കെ ഏതാണ്ട് ടിക്കറ്റും എടുത്ത് വീട്ടിൽ നിന്ന് പോകുന്ന 2 ദിവസത്തിന് മുമ്പൊക്കെയാണ് പറയാറുള്ളത്, അറിയാറുള്ളത്. അപ്പോൾ ഈ നമുക്ക് അറിഞ്ഞിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഈ 2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പ് അറിയുമ്പം നമുക്കൊരു എന്നാലും ആൻറ്റി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഇട്ടോണ്ടാണോ വന്നേ എന്നൊരു തോന്നൽ മനസ്സിൽ വരാറുണ്ട്. അപ്പം പിന്നീട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഇവരുടെ കുഞ്ഞിൻ്റെ വിസ പാസ്റ്റർ തടയുമോ അല്ലെങ്കിൽ സഭയിലെ ആരെങ്കിലും തടയുമോ എന്ന ഒരു ഭയമാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാത്ത. തെറ്റാണോ ശരിയാണോ ഇതിനൊന്നും ഉത്തരമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്തോ ആരുടെയൊക്കെയോ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു ചിന്താഗതി കിടപ്പുണ്ട്. ആരെങ്കിലും അറിഞ്ഞാൽ, അവരറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി പേര് അറിഞ്ഞാൽ, ഒത്തിരി പേര് അങ്ങനെ ദൂതം പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം രഹസ്യമാക്കി. കഴിഞ്ഞ ആഴ്ച വന്ന പാസ്റ്റർ അങ്ങനെയാണല്ലോ പറഞ്ഞേ, എല്ലാം എല്ലാവരോടൊന്നും. പിന്നെ പറഞ്ഞാൽ ഇപ്പം അവരെന്തോ ചെയ്യുമെന്ന? ഒന്നും ചെയ്യാനില്ല. ആമേൻ. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിർണയത്തെ ആർക്കും പൊളിക്കാൻ കഴിയുന്നതല്ല, ആർക്കും ദുർബലപ്പെടുത്താൻ കഴിയുന്നതല്ല. ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്. എൻ്റെ സഭയെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തമ്പുരാനൊരു നിർണയമുണ്ട്. ആ നിർണയത്തെ ആർക്കും ദുർബലപ്പെടുത്താൻ കഴിയാത്തതാണ് എന്ന് വിശ്വാസമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ ആരെയും കൊണ്ടും ഹല്ലേലൂയ പറയിപ്പിക്കാറില്ല. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞ ഈ ഹല്ലേലൂയ ഉണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഉറപ്പായിട്ട് ഞാൻ പരിഗണിക്കുന്നു. സ്തോത്രം. എന്തായി എന്ന് ചോദിച്ചാൽ, ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഇരിക്കുന്ന സദസ്സിനോട് പറയുന്നു, നിങ്ങൾ ഇന്ന് പകൽ ഇങ്ങനെ വിശ്വസിക്കണം, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്. ആ നിർണയം എന്താണെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള നിർണയം എന്താണ്? ആ നിർണയത്തെ, ആ പദ്ധതിയെ പൊളിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ പദ്ധതിയാണോ ദൈവത്തിൻ്റെ മുൻപാകെ തീർപ്പാകുന്നത്? നമുക്ക് 1-2 ചെറിയ പരിശോധനകൾ നടത്തിയിട്ട് വേണം ഈ ഭാഗത്തേക്ക് പോകാൻ. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു നിർണയമുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയത്തില്ല, ഒരു മതാചാര്യന്മാർക്കും പറ്റത്തില്ല, ഇവിടുത്തെ ഒരു നിയമങ്ങൾക്കും പറ്റത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രായം അതിക്രമിച്ചാലും ഒരു പക്ഷേ സാധ്യതകൾ അസ്തമിച്ചാലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ കാലം എത്ര വൈകിയാലും എത്രയധികം താമസം അതിനകത്ത് നേരിട്ടാലും അത് വെളിപ്പെടുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും, അത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിലെത്തുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പദ്ധതികളെ പൊളിക്കാൻ നോക്കിയ ഒട്ടനവധി സംഭവങ്ങൾ ലോകചരിത്രത്തിലുണ്ട്. വേദപുസ്തകം പഠിച്ചാലും കാണാൻ കഴിയും. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 99 വന്ന മനോരമ പത്രത്തിൽ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിൻ്റെ കട്ടിങ് എൻ്റെ പുസ്തകശേഖരത്തിൽ എവിടെയോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണ് അന്നത്തെ മനോരമ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട്. ഒരു ഡോക്ടർ ദമ്പതികളെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോയും അതിൻ്റെ താഴെ ഒരു വാർത്തയും. ഡോക്ടർ ദമ്പതിമാരെന്നത് കണ്ടതുകൊണ്ട് അതൊന്ന് വായിക്കാൻ തീരുമാനിച്ചു. ആ വാർത്തയുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. ഇവർക്ക്
ഏറെക്കാലം മക്കളില്ലാതിരുന്നിട്ട് ഇവർക്ക് മക്കളുണ്ടായി. അതും ഇരട്ടക്കുഞ്ഞുങ്ങളാണ്, 2 ആൺകുഞ്ഞുങ്ങളുണ്ടായി. ഈ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ഇവരെ ഡോക്ടേഴ്സ് ആയിരുന്നത് കൊണ്ട് അതിൻ്റെ വളർച്ച നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ വേണ്ട നിലയിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരല്പ പ്രയാസമുണ്ടെന്നും ബുദ്ധിക്ക് എന്തോ സാരമായ പ്രയാസങ്ങളുണ്ട് എന്ന് ഈ അപ്പനമാർ തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ കുഞ്ഞിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ അണുക്കൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ബ്ലഡിനകത്ത് കുറവ് സംഭവിച്ചത് നിമിത്തമാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവരുടെ വീടിനകത്ത് തന്നെ ഒരു പ്രത്യേക സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. 2 കുഞ്ഞുങ്ങളെയും ഒരുപോലെ, അതായത് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ഉള്ള അണുക്കളിൽ കുറെയെടുത്ത് ഈ കുറവുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കയറുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് അന്നത്തെ കാലത്ത് ഈ സർജറി അവരുടെ വീടിനകത്ത് തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെയൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്തോ അബദ്ധവശാൽ ഒരു കുട്ടി മരണപ്പെട്ടു. ഈ മരണവാർത്ത പെട്ടെന്നറിഞ്ഞു. അത് കൊലപാതക കുറ്റത്തിന് തന്നെ കേസെടുത്ത് കൊണ്ടുപോയ ഭാഗമാണ് ഞാനത് കണ്ടത്. അപ്പം ഞാൻ അന്ന് പകൽ ഈ ഭാഗം വായിച്ചിട്ട് എൻ്റെ ഈ കളക്ഷനകത്ത് ചേർത്ത് വെക്കാൻ കാരണം, ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവം ഒരു സൃഷ്ടിപ്പ് ചെയ്താൽ, ദൈവം ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിച്ചാൽ, ദൈവം ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തെ തിരിക്കുവാനോ അതിനെ അവരുടെ വരുതിയിൽ വരുത്തുവാനോ ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ചരിത്രത്തിൽ മെഡിക്കൽ സയൻസ് പോലും വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്തതിന് അപ്പുറത്താണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത്. സ്തോത്രം. അത് ലോകത്തിൽ നടന്ന ഒരു കാര്യം. ഇനി നമുക്ക് വേദപുസ്തകവുമായിട്ടൊന്ന് ചേർത്ത് പഠിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. ഒന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വേഗത്തിലൊന്ന് ഓടിച്ചു വായിച്ചേ. എൻ്റെ സന്ദേശം ആരംഭിച്ചിട്ടില്ല, ഒരു ചെറിയ മുഖവുരയിൽ നിൽക്കുക. വേഗം വായിച്ചു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ എന്ന് പറയുന്ന ജനം, നമ്മുടെ കുറിവാക്യം മറക്കരുത്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചാൽ അതിനെ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ജനനം, ആ ജനനത്തിൻ്റെ വന്ന പാളിച്ചകളെയും അതിൻ്റെ പരാജയങ്ങളെയും അവരുദ്ദേശിച്ച നിലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു പരാജയപ്പെട്ടൊരു ചരിത്രം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. ഇനി ദൈവമക്കളെ സംബന്ധിച്ച് വചനത്തിൽ നിന്നൊരു തെളിവ് പറയാൻ പോകുക. ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകുക. വാഗ്ദത്തം കേട്ടിറങ്ങിയവരാണ്. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കും എന്ന വാഗ്ദത്തത്തോടു കൂടെ ഇറങ്ങുന്നത്. അങ്ങനെ അവരുടെ 40 വർഷത്തെ യാത്ര നമുക്കറിയാം. ഇസ്രായേലിൻ്റെ മരുഭൂപ്രയാണം എത്ര വർഷമായിരുന്നു? 40 വർഷം. 40 വർഷം കൊണ്ട് 41 അവർ പാളയമടിച്ചെന്നാണ് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നോക്കണം, 40 വർഷം കൊണ്ട് 41 പാളയമടിച്ച കൂട്ടത്തിൽ ഇപ്പോൾ ഈ വായിച്ച അധ്യായത്തിൽ 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, എരിഹോവിൻ്റെ തീരം, യോർദാന്റെ തീരമായ മോവാബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ വന്ന് പാളയമടിച്ചു. മേഘസ്തംഭം നിന്നപ്പോൾ അവർക്ക് അവിടെ പാളയമടിക്കേണ്ടി വന്നു. അന്ന് മോവാബ് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അവിടെ എഴുതിയിട്ടുണ്ട്, ബാലാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ താൻ തൻ്റെ രാജ്യത്തേക്ക് നോക്കുമ്പോൾ ഒരു 10-25,000 പേർ വന്ന് തങ്ങളുടെ നാട്ടിൽ വന്ന് പാർക്കുക. ഇവരാരാണെന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ സംഗതി പിടികിട്ടി. ഇവരാരാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമോന്യരെ തോൽപ്പിച്ച ജനമാണ്. അവിടെ അങ്ങനെ വായിക്കുന്നത്, അമോന്യരെ തോൽപ്പിച്ച ജനം. ഈ അമോന്യരെന്ന് പറയുന്നവർ ആ കാലത്തെ വലിയൊരു ശക്തിയാണ്. മനസ്സിലായോ? അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ആ കാര്യമൊന്നുമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ വലിയ വൻകിട ശക്തിയായിരുന്ന അമോന്യരെ തോൽപ്പിച്ച ഈ അമോന്യരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കൽ അബ്രഹാം യാഗം നടത്തിയപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അറുത്ത് പക്ഷികളെ കീറാതെ യാഗം കഴിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, റാഞ്ചൽ പക്ഷി വന്ന് അതിനെ
എടുത്തുകൊണ്ടുപോയി. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അമോന്യരുടെ അകൃത്യം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ എന്താണ് അമോന്യരും ഇതുമായി ബന്ധം? അന്നത്തെ കാലത്തെ അമോന്യരെന്ന് പറയുന്ന ഈ ആളുകൾ ഈ റാഞ്ചൽ പക്ഷികളെ കൊണ്ടായിരുന്നു ഉപജീവനം കഴിപ്പിച്ചിരുന്നത്. കാരണം ഇസ്രായേലിന്റെ യാഗവസ്തുക്കളെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന അമോന്യരുടെ തന്ത്രങ്ങളെ കാണാൻ കഴിയും. അത്രത്തോളം വലിയ തന്ത്രങ്ങൾ പഠിച്ചവർ, അത്രത്തോളം വലിയ ശക്തിയായിരുന്നു അമോന്യർ. അവരെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സ്വത്രം. അപ്പോൾ ഉടനെ പുള്ളി ഒരു കാര്യം ചെയ്തു, ഇവന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തണം, എങ്ങനെയും ഇല്ലാതാക്കണം. ഉടൻ തന്നെ ബാലാക്ക് തൻ്റെ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ പോയി ഈ ജനത്തെ നാട്ടിൽ നിന്ന് തുരത്തുക, നശിപ്പിച്ചു കളയുക. അങ്ങനെ ഇരച്ച് ഇസ്രായേലിനെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി പാഞ്ഞിറങ്ങി ചെന്ന ജനം തിരിച്ചതുപോലെ ഓടിയതിന് ശേഷം ബാലാക്കിനോടൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അവർ പറയുക, രാജാവേ, ഞങ്ങൾ പോയി ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി. വയലിൽ കാള പുല്ലു നക്കിക്കളയുന്നത് പോലെ അവർ ഞങ്ങളെ നക്കിക്കളയും. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ് കേട്ടോ. നശിപ്പിക്കാൻ വന്ന സൈന്യം ഇസ്രായേലിനെ കുറിച്ച് രാജാവിനോട് പറയുകയാ, ഇവരെ നമുക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത്, വയലിൽ കാള പുല്ല് നക്കുന്നത് പോലെ അവർ ഞങ്ങളെ നക്കിക്കളയും. ഈ നക്കിക്കളയുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ പ്രസംഗത്തിൽ എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. എൻ്റെ പിതാവ് പശുക്കച്ചവടക്കാരനായിരുന്നു. ആടും പശുവൊക്കെ വീടുകളിൽ നിന്ന് വാങ്ങി ചന്തയെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തൊഴിലായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്രായം മുതലേ അപ്പൻ്റെ സഹായിയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ കന്നുകാലികളൊക്കെ കണ്ടമാനമുണ്ട്. ചില സമയത്തൊക്കെ പഴമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളുടെ കൃഷിയിൽ നിന്ന് തന്നെ പഴം കൊല പഴുപ്പിക്കും, അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ചില പശുവിനോട് നമുക്കൊരു അല്പ താല്പര്യം കൂടും. അപ്പോൾ ഈ പഴവും പഴുത്തൊലിയൊക്കെ പൊതുവെ കൂട്ടിലിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ സ്വഭാവം. പക്ഷെ ചിലതിനോട് ഇച്ചിരി താല്പര്യം കൂടിയാൽ പിന്നെ അത് കൈകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ പശുക്കിടാവിന് ഈ കന്നുകാലികൾക്കുമൊക്കെ ഈ പഴവും പഴത്തൊലിയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വായിലിട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ നാക്ക് ഏതെങ്കിലും സമയത്ത് കയ്യിലൊന്ന് തൊട്ടാൽ പെട്ടെന്ന് ഇഞ്ഞ് വലിക്കും. കാരണം എന്താണെന്നറിയാമോ? ആ നാക്കിന് എന്തോ ഉണ്ടെന്നറിയാമോ? അരമുണ്ട്, അരം. ഇപ്പൊ നിങ്ങൾ കേട്ടോണം, ഇസ്രായേലിനെ കുറിച്ച് ജാതീയ രാജാവിൻ്റെ സൈന്യം പറയുകയാ, ഞങ്ങൾ അവരുടെ മുൻപിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വയലിൽ കാള പുല്ല് നക്കുന്നത് പോലെ അവർ ഞങ്ങളെ നക്കിക്കളയും. അർത്ഥം, നാവിൽ അരമുള്ളവരെ പോലെ ഞങ്ങൾ അവരെ കണ്ടു. പിടികിട്ടിയില്ല. ഇന്ന് പകലിൽ ഇസ്രായേലിനെ കുറിച്ച് ജാതീയ സൈന്യം പറയുകയാ, ഇവരാരാന്നറിയാമോ? നാവിൽ അരമുള്ളവരാ. പിടികിട്ടില്ല. മാറാനാഥ സഭയ്ക്ക് പിടികിട്ടിയില്ല. ഈ പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ നാവിന്റെ മേലൊരു അരമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ നാവിന്റെ മേലൊരു അധികാരമുണ്ട്. കൃപ. കുറെ കാലങ്ങൾക്ക് മുൻപ്, നിങ്ങൾക്കും പരിചയം ഉള്ളയാളാകാം, എൻ്റെയും സുഹൃത്തും പരിചയക്കാരനുമായിരുന്നു. ഒരു കാലത്ത് ഈ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്ന് പുരോഹിതന്മാർ കൂട്ടത്തോടെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ അത്ര വലിയ ഓട്ടമില്ല, എങ്കിലും കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കണ്ടമാനം ഈ വൈദികരായ ആളുകൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. അക്കൂട്ടത്തിൽ എൻ്റെ സ്നേഹിതനും എൻ്റെ അല്പ സുഹൃത്തുമൊക്കെ ആയിരിക്കുന്ന ഒരാൾ ഈ വള്ളംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിശ്വാസത്തിൽ വന്നു. മറ്റാരുമല്ല, ലാലച്ചൻ ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിലെ തിരുമേനിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ലാലച്ചൻ വിശ്വാസത്തോട് താല്പര്യം തോന്നി വിശ്വാസത്തിലേക്ക് വന്നു. അന്നത്തെ കാലത്ത് ഈ അച്ഛൻ പറഞ്ഞ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അത് യൂട്യൂബിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ലാലച്ചൻ ഈ തിരുമേനിയുടെ കൂടെ ആയിരുന്നത് കൊണ്ട് ഈ സഭയിൽ ഒട്ടനവധി. അപ്പോൾ ഈ ലാലച്ചൻ തൻ്റെ അനുഭവത്തിൽ വന്നൊരു കാര്യം പറയുകയാണ്. ഒരിക്കൽ ചില കാലങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തുടരുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ, അവിടെയുള്ളൊരു യാക്കോബ പള്ളിയിൽ ഇദ്ദേഹത്തെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചു. പ്രത്യേകിച്ച് മലബാർ മേഖലയൊക്കെ നിങ്ങൾക്കറിയാം, പറഞ്ഞു കേൾവിയെങ്കിലും നിങ്ങൾക്ക് കാണും. ഞാൻ വർഷങ്ങൾ താമസിച്ചയാളാണ്.
അങ്ങനെ ഈ അച്ഛൻ ധ്യാനയോഗമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു വൈകാറായ സമയമായപ്പോൾ നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നൊരു KSRTC, കോട്ടയം KSRTCക്ക് അകത്ത് കയറി. ഈ അച്ഛന്മാരെ പൊതുവെ സംബന്ധിച്ച് യാക്കോബയിലെയും ഓർത്തഡോക്സിലെ അച്ഛന്മാർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊപ്പി കഴിവത് ഊരി പോക്കറ്റിൽ വെക്കും. കാരണം പറന്നു പോയാൽ പോക്കാം. അപ്പോൾ അതുകൊണ്ട് അത് മിക്കവാറും ഊരി പോക്കറ്റിൽ വെക്കും. അതുകൊണ്ട് ഇവരെ ഏത് വകുപ്പിൽപ്പെട്ടതാണെന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അച്ഛൻ ഇതുപോലെ ബസ്സിൽ കയറാൻ വന്നപ്പോൾ ഈ തൊപ്പി ഊരി കുപ്പായത്തിനകത്തിട്ടു. അതിനുശേഷം അച്ഛൻ KSRTCയിലെ ഒരു സീറ്റ്, 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ ആളില്ലാത്ത ഒരു സീറ്റിൽ കയറിയിരുന്നു. അപ്പോഴും മുതലേ അച്ഛൻ്റെ മനസ്സിലൊരു ചിന്ത, പ്രാർത്ഥന, ഇനി അടുത്ത് വന്നിരിക്കുന്നയാൾ ഞാനുമായിട്ട് ചേർന്ന് പോകുന്ന ആരെങ്കിലും ആകണേ എന്നൊരു കോട്ടയം വരെ പോകേണ്ടതല്ലേ. എന്തായാലും അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് ഒരാൾ നേരെ വന്ന് അച്ഛൻ്റെ അടുത്തിരുന്നു. അത് വേറെ ആരുമല്ല, ഈ മുസ്ലിം സമുദായത്തിലെ ഒരു പുരോഹിതനാണ്. അപ്പോഴേ അച്ഛൻ്റെ കാറ്റ് പകുതി പോയി. നമുക്കങ്ങനെയല്ലേ, ചില ആരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ശ്വാസം മുട്ടലും വീർപ്പും മുട്ടലും ഒക്കെയാണ്. അച്ഛനൊരു വല്ലാത്ത വീർപ്പും മുട്ടലും ഒക്കെയായി. എന്തായാലും ഇയാളുടെ ആ താടിയും ഇദ്ദേഹത്തിൻ്റെ ആ വസ്ത്രധാരണയൊക്കെ കണ്ടപ്പോഴേ ഒരു ഉള്ളിലൊരു ഒരു ആന്തൽ അച്ഛന് അനുഭവപ്പെട്ടു. എങ്കിലും പമ്മി സൈഡിലിരിക്കുക. അച്ഛൻ അങ്ങോട്ടൊരു അക്ഷരം പോലും ചോദിക്കുന്നില്ല. അല്പം വണ്ടി അങ്ങോട്ട് മുൻപോട്ട് പോയപ്പം അച്ഛൻ്റെ കുപ്പായത്തിലോട്ട് തട്ടി ഇങ്ങനെ ചെറുതായിട്ട് ചോണ്ടിയിട്ട് ഈ അച്ഛനോട് ചോദിക്കുക, പള്ളിയിലെ അച്ഛനായില്ലേ? അച്ഛൻ ഒന്നാമത് ഈ പുള്ളിയോട് മിണ്ടാതിരിക്കുക. അന്നേരമാണ് അങ്ങോട്ട് തോണ്ടിയിട്ട് ചോദിക്കുക, പള്ളിയിലെ അച്ഛൻ. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിച്ചു, മനസ്സിലായില്ലേ? ഇച്ചിരി ഗൗരവത്തോടെ ചോദിച്ചു. പറഞ്ഞു മനസ്സിലായി. അത് കഴിഞ്ഞപ്പം പുള്ളി തന്നെ അച്ഛനോട് പറയുക, ഞാൻ ഞങ്ങളുടെ സമുദായത്തിലെ ഒരു പുരോഹിതനാണ്, ഒരു മുക്രിയ. പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, നമ്മൾ 2 മതങ്ങളുടെ പുരോഹിതന്മാരാണല്ലോ എന്നൊക്കെ ഇതാൾ തന്നെ അങ്ങോട്ട് പറയുക. അച്ഛൻ കഴിവതും സംസാരം ഒഴിവാക്കി ഇങ്ങനെ ഇരിക്കുക. ഒരല്പം കൂടെ വണ്ടി മുൻപോട്ട് ചെന്നപ്പോൾ നോക്കണേ, അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നേ, അല്ല അച്ഛാ, നിങ്ങൾ പള്ളിയിലെ പുരോഹിതനാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു മതത്തിൻ്റെ പുരോഹിതനുമാണ്, നിങ്ങളെപ്പോലെ ഉള്ളവരെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, എന്തോ ചോദിച്ചാട്ടെ, നിങ്ങളെ സെമിനാരിയിൽ മന്ത്രവാദം പഠിപ്പിക്കുന്നുണ്ടോ? അമ്പടാ, ആലോചിച്ച് നോക്കിക്കേ, എന്തോ ചോദ്യമാണ് ചോദിച്ചേ. സെമിനാരിയിൽ മന്ത്രവാദം പഠിപ്പിക്കുന്നു. അച്ഛനാകെ കുടുങ്ങി. എന്തോ പറയണമെന്ന് ഒരു പിടുത്തവും ഇല്ല. കാരണം ഈ സീരിയൽ പോലെയുള്ളതിനകത്തൊക്കെ മന്ത്രവാദ പരിപാടിയൊക്കെ കണ്ടോണ്ടായിരിക്കാം ഈ മുസ്ലിയാർ അങ്ങനെ ചോദിക്കാൻ കാരണം. എന്തായാലും ഈ അച്ഛൻ എന്ന അങ്ങോട്ട് ചോദിച്ചു, അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് മറുചോദ്യം പോലെ അങ്ങോട്ട് കയറി ചോദിച്ചു. അപ്പം പുള്ളി പറയുക, ഇപ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് വരുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉയിര് പേടിച്ചിരിക്കുന്നവനോട് പറയുക, ഇപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടാ വരുന്നത്. ആകെ പ്രശ്നമായി. അച്ഛൻ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഈ അച്ഛനോട് ഈ മുസ്ലിയാർ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അച്ഛൻ ചാടി വീണിട്ട് ചോദിച്ചു, യാക്കോബക്കാരാണോ? അവർക്കും തമ്മിൽ പോട്ടിയാ. കാരണം എതിരാളി ഒന്നാണോ എന്നറിയാൻ വേണ്ടി ചാടി അങ്ങോട്ട് കയറി ചോദിച്ചു, യാക്കോബക്കാരാണോ? അച്ഛൻ ഓർത്തഡോക്സുകാരനാ. അവർ പറഞ്ഞു, അല്ല. കത്തോലിക്കയാണോ? അപ്പോൾ പറഞ്ഞു, അതുമല്ല. CSI ആണോ? അതുമല്ല. പിന്നെ ഇവാഞ്ചലിക്കക്കാരാണോ? അല്ല. യാക്കോബ, മർത്തോമ ഒന്നുമല്ല. കാരണം ഗുണപ്പെടാത്ത ആരുമായിട്ട് ഇവർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ അച്ഛൻ ചോദിച്ചു, അല്ല പിന്നെ വേറെ ആരാ? അച്ഛൻ അറിയാവുന്ന സഭയുടെ മുഴുവൻ പേരും പറഞ്ഞു. മുസ്ലിയാരിന് സഭയും പേരും ഒന്നും അറിയത്തില്ല. പുള്ളി പറഞ്ഞ ഒരു കാര്യം, അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കലുബുല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാ. അച്ഛന് സംഗതി പിടികിട്ടി. സ്വത്രം. അപ്പം അച്ഛൻ ഇവർക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി ചോദിച്ചു. കാരണം ഇവന്മാരെ ഇത്ര ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം എന്തെങ്കിലും കൊള്ളരായ്മ ഇവന്മാർ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. നിങ്ങൾക്ക് എന്താ അവരുമായിട്ട് ഇത്ര പ്രശ്നം? അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, അത് വേറൊന്നുമല്ല അച്ഛാ, ഞങ്ങൾ പലയിടത്തും ഇങ്ങനെയുള്ള പരിപാടി, അതാ മന്ത്രവാദം പോലെയുള്ള ക്ഷുദ്ര പരിപാടികൾ നടത്താൻ വേണ്ടി പോകും. അപ്പോൾ പോകുമ്പോൾ എതിർ സൈഡിൽ നിൽക്കുന്നത് ഇവരാണെങ്കിൽ, ശ്രദ്ധിച്ചോണേ, എതിർ സൈഡിൽ ഇവരാണെങ്കിൽ ഞങ്ങൾ എത്ര വേദം ചൊല്ലി കെട്ടിയാലും ഇവർക്ക് ഇത് ഫലിക്കത്തില്ല. അയ്യോ, കൈയടിക്കാൻ വരട്ടെ. നിങ്ങൾ അറിയണം കേട്ടോ, ഒരു മന്ത്രവാദി
ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ഒരു മനുഷ്യൻ, പാസ്റ്റർ പറഞ്ഞതല്ല, മാറാനാഥയിൽ പ്രസംഗിക്കുന്ന ഉപദേശി പറഞ്ഞതല്ല, ഇവിടുത്തെ പാതിരി പറഞ്ഞതല്ല, ദുർമന്ത്രവാദി പറയുക, കലുവുല പറയുന്നവന്റെ മേൽ ഇത് ഏക്കത്തില്ലെന്ന് ഈ പകലിൽ നമുക്ക് എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? നാം പറയുന്ന അന്യഭാഷയുടെ മേൽ ആ വിചാരത്തിന് നിൽക്കാൻ കഴിയുകയില്ല. ഈ പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങൾ അന്യഭാഷ പറഞ്ഞ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ, ബാലാക്ക് വന്ന് പറയുകയാ, ബാലാക്കിനോട് സൈന്യം വന്ന് പറയുകയാ, ഇവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, ഇവർ ആരമുള്ള നാക്കുള്ളവരാ. പറയട്ടെ ദൈവമക്കളെ, നമ്മെ കുറിച്ച് പറയട്ടെ. നമ്മുടെ നാവിന്റെ മേലുള്ള അധികാരം പുറത്തെടുക്കണം. ലോകത്തോട് പറയണം. തകർത്തു കളയുവാൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ നോക്കി പറയാൻ പറ്റണം, ഞാൻ അധികാരമുള്ള. സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ 21 ദിവസം ഒരിക്കലും മിസ്സായി പോകരുത്. ഇന്ന് വരെ ഈ അധികാരം നാവിൻ്റെ മേൽ പ്രാപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് നിലവിളിക്കണം, തമ്പുരാനെ, ഈ യോഗാനന്തരം ഈ അധികാരമുള്ള നാവുള്ളവനായി എനിക്ക് എഴുന്നേൽപ്പാൻ കൃപ നൽകണമേ. അപ്പൊ നോക്കണം, ഈ ബാലാക്കിനോട് പറയുക, ഈ ജനത്തെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടെ നാവിൽ അരമുള്ളവരാ. അപ്പൊ ആൾക്ക് മനസ്സിലായി, എടാ ഈ പരിപാടി കൊണ്ട് നടക്കത്തില്ല എന്ന സാധാരണക്കാർ പറയുന്നത് പോലെ തന്ത്രം ജയിക്കാത്തടത്ത്, പിന്നെ നമുക്കറിയത്തില്ല ഇതൊന്നും, തന്ത്രം ജയിക്കാത്തടത്ത് മന്ത്രം കൊണ്ട് ജയിക്കാമെന്ന ഒരു പഴമൊഴി പോലെ ഉടൻ തന്നെ രാജാവ് ഒരു അന്വേഷണം നടത്തിയപ്പോഴറിയുന്ന അപ്പുറത്തൊരു പുള്ളിയുണ്ട്. ഒരു വാക്ക് പറഞ്ഞ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ കരിഞ്ഞു പോവും, അത്രയ്ക്കും പറ്റിയൊരു സാധനം. അത് മറ്റാരുമല്ല, ബിലയാമെന്ന അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ബിലയാമിന് കാശ് കൊടുത്ത്, കൂലി കൊടുത്ത്, സമ്മാനങ്ങൾ കൊടുത്ത് ഇസ്രായേലിനെ ശപിക്കേണ്ടതിനായി ഗിരികളുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തി. ദാണ്ടെ അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് താഴ്വരയിൽ കിടക്കുന്ന ഇസ്രായേലിനെ നോക്കി പറയുക, ഈ ജനത്തിൻ്റെ മേൽ ആ വിചാരം പറ്റുകയില്ല, ഈ ജനത്തിൻ്റെ മേൽ ലക്ഷണവിധി ഏൽക്കുകയില്ല, ഇവരെ നശിപ്പിക്കാൻ കഴിയത്തില്ല, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു ജനം. കൃപ 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 യെസ്. ഈ പകലിൽ അദൃശ്യ ശക്തികൾ കാണട്ടെ, അധികാരമുള്ള ജനം ഈ ദേശത്ത് എഴുന്നേൽക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയത്തെ പൊളിച്ചു കളയുവാൻ ബാലാക്കും ബിലയാമും ശ്രമിച്ചു, അമ്പെ പരാജയപ്പെട്ടു. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചാൽ അതിനെ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയത്തെ ഇല്ലാതാക്കാൻ ബാലാക്കും ബിലയാമും ശ്രമിച്ചു, അമ്പെ പരാജയപ്പെട്ടു. 2 ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു. ഇനി നാം വായിച്ച സന്ദേശത്തിലേക്ക് ഇനി സമയം മുൻപോട്ട് പോകുന്നു. എല്ലാ ചിന്തകളും പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറിവാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, 2 തെളിവായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഒന്ന് ലോകത്തിൽ സംഭവിച്ചതും, 2 വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ സംഭവിച്ചതും. 2നെയും നശിപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഈ 2 കാര്യങ്ങൾ തെളിവായി നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഒരു പ്രസംഗകൻ എന്ന നിലയിലും ഒരു ദൈവദാസൻ എന്ന നിലയിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്നോട് അറിയിക്കണം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ,
എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽ എന്നെ ഒന്ന് അറിയിക്കണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ഇന്ന് പകൽ ഒന്ന് വെളിപ്പെടുത്തണമേ. കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പം ആദ്യമായി നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന് നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം. ഇവിടെ ഇരിക്കുന്ന അമ്മയപ്പന്മാർ ഇന്ന് പകൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം ഒന്ന് പറയണം. ദൂരദേശത്തായിരിക്കുന്ന, കാനഡയിലായിരിക്കുന്ന, UK ഒരുപക്ഷെ വീടിനകത്ത് പ്രാർത്ഥനകളോട് പോലും താല്പര്യമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ്, അല്ല, മുൻപിലിരുന്ന് ഒരു പൊട്ടിയെപ്പോലെ മുഴങ്കാലിലിരുന്ന് ആരാധിക്കുന്ന ഒരു തലമുറ നിന്റെ മുൻപിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി, അല്ല, വീട്ടിലിരിക്കുന്ന തലമുറയെങ്കിൽ ആ തലമുറയെ ഓർത്ത്, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ ഇന്ന് പകൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കുറിച്ചൊരു നിർണയമുണ്ടെങ്കിൽ ഈ പകൽ എന്നെ അറിയിക്കണം. ഒരു 8-ാം ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. ഈ 7-ാമത്തെ ദിവസത്തെ പകൽ തന്നെ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം വെളിപ്പെടുത്തണമേ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യം വേഗത്തിൽ ഒരാൾ വായിച്ചു വിട്ടാട്ടെ. നമ്മുടെ സന്ദേശം ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14 മുതലുള്ള വാക്യം 14 മുതൽ വായിച്ചു. 14 മുതൽ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ശ്രദ്ധിച്ചേ, വാക്യം നമ്മൾ പിന്നീട് വായിക്കും. നോക്കണേ, ഇത് അബ്രഹാമിനെ കുറിച്ചുള്ളൊരു ചരിത്രമാണ്. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ബഹുസമ്പന്നനാണ്, എല്ലാം കൊണ്ടും തികഞ്ഞൊരു മനുഷ്യൻ. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അദ്ദേഹം എല്ലാ വിധത്തിലും സമ്പന്നനായിരുന്നെങ്കിലും മക്കളില്ല എന്ന ഒരു വലിയ ശൂന്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഒരു പക്ഷേ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും, കർത്താവെ, നല്ല ജോലി ദൈവം തന്നു, നല്ല കുടുംബം തന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവ്, അനുസരണമുള്ള കുഞ്ഞുങ്ങൾ, നല്ല ഒരു സഭ ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടാകാം. പക്ഷെ എവിടെയൊക്കെയോ ചില ശൂന്യതകൾ എവിടെങ്കിലും നിങ്ങളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു സന്ദേശം നിങ്ങളുമായി കൈമാറാൻ ആഗ്രഹിക്കുക. കേട്ടോ, ശ്രദ്ധിച്ചോ. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ശൂന്യാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രാമേ, ഭാരപ്പെടണ്ട, ഞാൻ നിനക്കൊരു തലമുറയെ തരും. ഒരു തലമുറയെ തരുമെന്ന് പറഞ്ഞെങ്കിലും കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ, തൻ്റെ സമ്പത്തും തനിക്കുള്ളത് മുഴുവൻ എലയാസറിന് കൊടുക്കേണ്ടി വന്നാലോ എന്ന ഒരു ചിന്ത തൻ്റെ അകത്ത് വേട്ടയാടാൻ തുടങ്ങി. സ്തോത്രം. ഈ പകലിൽ ദൈവാത്മാവ് ഈ ദൂത് പ്രാരംഭത്തിൽ കൈമാറുന്നു. സമയത്ത് ശ്രദ്ധിച്ചോണേ, ഇത് കുറിച്ചിടാൻ പറ്റിയാൽ കുറിച്ചിട്ടോണം. കാരണം അത്രയ്ക്കുമുള്ള ആഴമേറിയ ഒരു ദൂത ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, സമയത്തിന് മുൻപ് വരുന്ന ഒന്നിനകത്തും കയറി നിൽക്കരുത്. ഹലോ, സമയത്തിന് മുൻപ് വരുന്ന ഒന്നിനകത്തും കയറി നിൽക്കരുത്. ദൈവം പറഞ്ഞ സമയം വരെ ചിലതിനു വേണ്ടി കാത്തിരിക്കണം. ദൈവാത്മാവ് പറയുന്നു, സൈൻ പെട്ടെന്നിടരുത്, സൈനിടരുത്, ധൃതി കൂട്ടരുത്. ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി ധൃതി കൂട്ടരുത്. കൂടെ പഠിച്ച മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അടുത്ത ഏത് ആലോചന വന്നാലും നടത്തും. ഇല്ല, നോ. പരിശുദ്ധാത്മാവ് പറയുന്നു, വെയിറ്റ് ചെയ്യണം, അധികം ധൃതി കാണിക്കരുത്. സമയത്തിന് മുൻപ് ഒന്നിനകത്തും കയറി നിൽക്കരുത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു തലമുറയെ തരും. പ്രായം അതിക്രമിച്ചപ്പോൾ തൻ്റെ ഭാര്യയായ സാര വന്നിട്ട് പറയുക, എൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഞാൻ അറിയുന്നു. ഇനി ഈ ഉദരത്തിൽ നിന്നൊരു ജീവൻ പുറത്തു വരാനുള്ള സാധ്യതയൊന്നുമില്ല. സ്ത്രീ എന്ന നിലയിൽ ശരീരത്തിൽ തിരിച്ചറിഞ്ഞ സഹോദരി ഭർത്താവിനോട് പറയുക, ഇനി സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ മുഴുവൻ സ്വത്തും മിസ്രൈമിൻ കൊണ്ടുപോകും. അതുകൊണ്ട് എൻ്റെ ദാസിയായ ഹാഗറിന്റെ അടുക്കൽ പോയി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സമയത്തിന് മുൻപ് ഒന്നിനകത്തും കയറി നിൽക്കരുത്.
സമയം വരെ കാത്തിരിക്കണം. എന്താ റജിപ്പാസ്രേ അങ്ങനെ പറയാൻ കാരണം? കേട്ടോ, സമയത്തിന് മുൻപ് കയറി നിന്നാൽ, സമയത്തിന് മുൻപ് വീടിനകത്ത് കുടുംബത്തിനകത്ത് കയറി നിന്നാൽ എന്താ സംഭവിക്കുന്നത്? അതെ, അബ്രഹാമിന് ഒരു സന്തതി ലഭിച്ചു. ഹാഗാറിൽ ഒരു കുഞ്ഞ് ജനിച്ചു. എന്താ കുഞ്ഞിന്റെ പേര്? ഇസ്മായേൽ. എന്താ വാക്കിന്റെ അർത്ഥം? ഇസ്മായേൽ എന്ന വാക്കിന്റെ അർത്ഥം കാട്ടുകഴുത. ഞാൻ ഇന്ന് പകൽ പറയുന്ന ശ്രദ്ധിച്ചോ, സമയം തെറ്റി വീട്ടിൽ വരുന്നതിന്റെ പേരാ കാട്ടുകഴുത. സമയത്തിന് മുൻപ് വീട്ടിൽ വരുന്നതിന്റെ പേരാ കാട്ടുകഴുത. ഈ പകലിൽ ആരോടൊക്കെയോ ദൈവം തമ്പുരാൻ പറയുന്നു, സമയം തെറ്റിച്ച് ആവേശം കാണിച്ചാൽ വീട്ടിൽ കയറാൻ പോകുന്നത് കാട്ടുകഴുതയോ. സമയം വരെ വെയിറ്റ് ചെയ്യണം. ധൃതി കൂട്ടരുത്. അണ്ടേ, ഹാഗറിന്റെ നിർബന്ധം നിമിത്തം അബ്രഹാം അടുത്തു ചെന്നു. ഹാഗറിന്റെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു, പേര് ഇസ്മായേൽ. ഞാൻ പറഞ്ഞു, അവിടുന്നൊക്കെ വേഗത്തിൽ വരികയാണ്. സമയം നമുക്ക് ഒത്തിരി മുൻപോട്ട് പോകുന്നു. അങ്ങനെ അബ്രഹാം ഹാഗറിൽ നിന്നൊരു കുഞ്ഞൊക്കെ ജനിച്ച് അല്പം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പം ദാണ്ടേ ഒരു ദിവസം ദൂതന്മാർ വീട്ടിൽ വന്നിട്ട് അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, നിനക്ക് ദൈവം അടുത്ത വർഷം ഒരു തലമുറയെ തരും. സ്വത്രം. ആരെയും ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുക കേട്ടോ. ഇതൊന്നും എൻ്റെ സന്ദേശത്തിലുള്ളതല്ല. കാലങ്ങൾക്ക് മുൻപ് കേട്ട വാഗ്ദത്തം താമസിച്ചു എന്ന കാരണത്താൽ യോഗത്തിനകത്തും പ്രവാചകന്മാരോടുമൊക്കെ വിദ്വേഷം പുലർത്തുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അയ്യോ, ഞങ്ങൾ രണ്ടുപേരും ആ യോഗത്തിലുണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്തിരുന്ന ആളോട് പറഞ്ഞത് പിറ്റേ വർഷം നിറവേറപ്പെട്ടു, പിറ്റേ മാസം നിറവേറപ്പെട്ടു. ഇത്ര കാലമായിട്ടും എൻ്റെ ദൂതുകൾക്ക് മാത്രം ചലനമില്ല, എൻ്റെ വീട്ടിൽ മാത്രം ഒരു ചലനവും നടക്കുന്നില്ല, എൻ്റെ മേൽ മാത്രം ഒരു വാഗ്ദത്തവും നിറവേറപ്പെടുന്നില്ല എന്ന് ഏങ്ങലടിച്ച് വേദനയോടെ ഒറ്റപ്പെട്ടവനെ പോലെ യോഗങ്ങളിൽ പോലും നിരുത്സാഹത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദാ ഈ ദൂത് കേട്ടോ. എന്താ താമസിക്കാനുള്ളൊരു കാരണം? അയ്യോ, 25 വർഷങ്ങൾക്ക് മുൻപ് അല്ല, 75-ാമത്തെ വയസ്സിൽ ഈ അപ്പനോട് അല്ലെങ്കിൽ ഈ സഹോദരനോട്, ഈ അബ്രഹാമിനോട് നിനക്കൊരു തലമുറയെ തരുമെന്ന് പറഞ്ഞ തമ്പുരാന് പിറ്റേ വർഷം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലായിരുന്നോ? ഉണ്ടായിരുന്നേ. പിന്നെ എന്താ താമസിച്ചത്? ഈ പകൽക്കാലം ഞാൻ പറയാം, ചില വാഗ്ദത്തങ്ങൾ താമസിക്കുന്നതിന്റെ പിന്നിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്താ പദ്ധതി എന്നറിയാമോ? മറന്നു കളഞ്ഞതല്ല, പിന്നെയോ ഒരു മകനെ തന്ന് അപ്പനാക്കാനായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. 25 വർഷങ്ങൾക്ക് ശേഷം നിന്നെ വിശ്വാസികളുടെ പിതാവാക്കാനാ. ഈ പകലിൽ വാഗ്ദത്തങ്ങൾ ലേറ്റാകുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി, നിനക്ക് വേണ്ടി ഒരു അസാധാരണമായത്, ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ലാത്തത്, ഇന്ന് വരെ ആരും പ്രാപിച്ചിട്ടില്ലാത്ത വലുത്, ശ്രേഷ്ഠമായത് നിന്റെ മേൽ ദൈവം പകരാനാ. കൃപ. അപ്പൊ നോക്കണേ, വാഗ്ദത്തത്തിന്റെ കാലസമ്പൂർണത വന്നപ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിൽ സാറയുടെ ഉദരത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനൊരു തലമുറയെ കൊടുക്കുക. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരിക, 21-ാം അധ്യായം. അവിടെ വായിക്കുന്നു, ആ തുടക്കം ഇങ്ങനെയാണ്: ഇസഹാക്കിന്റെ മുലകുടി മാറുന്ന ദിവസം. ഇസഹാക്കിന്റെ മുലകുടി മാറുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് യഹൂദന്മാരെ സംബന്ധിച്ചൊരു ആഘോഷ ദിവസമാണ്. നമ്മുടെയൊക്കെ കൊച്ചിലെയൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മുലകുടി മാറ്റിയ നാണമൊന്നുമില്ല, കാണിക്കേണ്ട കാര്യമില്ല. അമ്മയൊക്കെ എൻ്റെ പൊന്നെ മുലകുടി മാറ്റിയ കാര്യമൊക്കെ പറയുന്നതൊക്കെ എനിക്കൂടെ ചിരി വന്ന്, എന്തോ ആവണക്കെണ്ണ തേച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ തേച്ചു എന്നൊക്കെ പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒളിച്ചു നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെയൊക്കെ ഇടയിൽ. എന്നാൽ ഈ യഹൂദന്റെ കാലത്ത് ഈ മുലകുടി മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ്. ഇപ്പം നോക്കണം, അബ്രഹാമിന്റെ വീട്ടിൽ ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഇസഹാക്കിന്റെ മുലകുടി മാറുന്ന ദിവസമാണ്. ദാസീദാസന്മാർ തന്നെ 100 കണക്കിനുണ്ട്, വിരുന്നുകാരും ബന്ധുക്കാരുമായി ഒത്തിരി ആളുകൾ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ്, ഒരു കല്യാണമോ ഒരു ഭവന പ്രതിഷ്ഠയൊക്കെ നടന്നാൽ ഒത്തിരി ആൾ വരും. ആ വരുന്ന കൂട്ടത്തിൽ കൊച്ചുങ്ങൾക്കാ മഹാസന്തോഷം. എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനും കൂട്ടുകാരെ കിട്ടാനും നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ പിള്ളേർ കിടന്ന് കളിക്കുക, തുമ്പി തുള്ളുക. അങ്ങനെ കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കൂട്ടത്തിൽ ദാണ്ടേ സാറായുടെ, ഭാവനെ പറയുക, ഭാവന അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് പിടികിട്ടും. സാറായുടെ തോളിൽ ഒരു കൊച്ചു വന്നൊന്ന് തട്ടി, ഒരു കുഞ്ഞു വന്ന് ഓടിയ കൂട്ടത്തിൽ ഒന്ന് തട്ടി എന്നൊന്നും ബൈബിളിൽ ഇല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. തട്ടിയപ്പോൾ തന്നെ പുള്ളിക്കാരി ഒന്ന് ഞെട്ടി, ഒരു നോട്ടം നോക്കിയപ്പോൾ ഒന്നുകൂടെ ഞെട്ടി.
കാരണം ഈ തോളെ തട്ടിയത് വേറെ ആരുമല്ല, അബ്രഹാമിന് ഹാഗറിലുണ്ടായ മകൻ ഇസ്മായേല. ഞെട്ടാൻ കാരണം ഒന്ന്, ഇന്ന് മുലകുടി മാറാൻ പോകുന്നതേ ഉള്ളൂ. സ്വത്രം. അപ്പൊ തന്നെ ദാണ്ടെ അതേ അപ്പൻ്റെ മറ്റൊരുത്തൻ ഓടിക്കളിക്കുക. അപ്പൊ തന്നെ ഈ അമ്മ ഞെട്ടാൻ കാരണം ഇനി ഈ സ്വത്ത്, ഈ അവകാശം 2 ഭാഗമായി തിരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് ഇവൾക്ക് ഞെട്ടലുണ്ടാക്കിയത്. ഉടനെ അവൾ തീരുമാനിച്ചു ഇതിനൊരു പരിഹാരം വേണം. അന്ന് രാത്രിയിലെ ഉറക്കത്തിൽ തന്നെ ഭർത്താവിനൊരു തലയണ മന്ത്രം പറഞ്ഞു കൊടുത്തു. ഭർത്താവിനോട് പറയുക, എൻ്റെ അച്ഛനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ, നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ചെറുക്കനെയും പെമ്പളെയും വീട്ടിൽ ഇനി ഒരു ദിവസം പോലും പുലർത്താൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണം. കാരണം ഇനി ഈ കുഞ്ഞ് ഈ കൂട്ടത്തിൽ വളർന്നാൽ നമ്മുടെ കൊച്ചിന് ദോഷം വരും. അതുകൊണ്ട് ഈ അമ്മയും കൊച്ചിനെയും കൂടെ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് വിടണം. അബ്രഹാം റെഡി ഒന്ന് നേരെ ഒന്ന് വെളുത്തോട്ട്, ഈ പുള്ളിക്കാരി അങ്ങ് ശല്യമാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യുന്നു. അവിടെ വായിക്കുന്നു, അബ്രഹാം പതിവിന് വിപരീതമായി അന്ന് അതിരാവിലെ എഴുന്നേറ്റു. അതല്ലേ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. അബ്രഹാം അതികാലത്ത് തലേത്തെ ആ രാത്രിയിലെ ദൂത ആദിരാവിലെ എഴുന്നേറ്റിട്ട് നേരെ ഹാഗറിന്റെ കൂടാരത്തിലേക്ക് ചെന്നിട്ട് കുറച്ച് അപ്പം കയ്യിൽ കൊടുത്തു. ആ മനുഷ്യന്റെ ആ ദയ ഒന്ന് കണ്ടേ. ഒരല്പം അപ്പം കയ്യിൽ കൊടുത്തു, ഒരു തുരുത്തി വെള്ളവും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ അടുത്ത ഔട്ട് ഹൗസിലേക്ക് പോ എന്നൊന്നുമല്ല പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, പൊയ്ക്കോ. സ്വത്രം. എങ്ങോട്ട് പോകണമെന്ന് അവൾക്കറിയത്തില്ല. പിന്നെ അവളുടെ മുൻപിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു വഴി തെളിഞ്ഞത് ബേർഷേബ മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലേക്ക് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ട്. കാരണം കയ്യിൽ ഒരല്പം അപ്പവും ഒരല്പം വെള്ളവും കയ്യിലുണ്ട്. ആ ധൈര്യമാണ് ഇന്ന് പകൽ പലരും പിടിച്ചു നിൽക്കുന്നേ. എന്തോ ഒരു ഇച്ചിര കൈവശമുണ്ട്. സ്വത്രം. എന്തോ ഒരു അല്പം കൈവശമുണ്ട്. എന്നാലും ഈ യജമാനൻ പറഞ്ഞതനുസരിച്ച് അതും വാങ്ങിക്കൊണ്ട് ഈ സഹോദരി ഇങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോൾ കൊച്ചു പറഞ്ഞു, അമ്മച്ചി എനിക്ക് വിശക്കുന്നു. കയ്യിൽ നിന്ന് കുറച്ച് അപ്പം എടുത്ത് കൊടുത്തു. ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊടുത്തു. അങ്ങനെ ഒരു അല്പം കൂടെ ദൂരെ ചെന്നു. വീണ്ടും കൊച്ചു അതുപോലെ തന്നെ അമ്മ കയ്യിലിരുന്ന് അപ്പവും വെള്ളവും കൊടുക്കുന്നു. അപ്പോഴും അമ്മയുടെ മനസ്സിൽ ഈ മരുഭൂമിക്കപ്പുറത്ത് എവിടെങ്കിലും എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകാം, എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് വേണ്ടി കരുതുന്നുണ്ടാകാം എന്ന തോന്നൽ കൊണ്ടാണ് ഇവൾ നടക്കുന്നത്. പക്ഷെ അവിടെ തോന്നലുകളെല്ലാം അസ്ഥാനത്തായി. കയ്യിലിരുന്ന അപ്പവും തുരുത്തിയിലെ വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു കരയാൻ തുടങ്ങി. മമ്മി, അല്ലേ അമ്മേ, വെള്ളം താ. അമ്മയ്ക്ക് കൊടുക്കാൻ വെള്ളമില്ല. അപ്പ വിശക്കുന്നു, അല്പം ഭക്ഷണം താ. അമ്മയ്ക്ക് എടുത്തു കൊടുക്കുവാൻ അപ്പം കയ്യിലില്ല. അല്പം സമയം കഴിഞ്ഞു. ഇപ്പൊ കൊച്ചു കരയുന്നില്ല. ഇപ്പൊ കുഞ്ഞിന്റെ കരച്ചിലോ ശബ്ദമോ പുറത്തോട്ട് വരുന്നില്ല. ഏതാണ്ട് വിശന്ന് വയറും കുടലുമൊക്കെ ഒട്ടി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ട വരണ്ടു, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അമ്മ സൂക്ഷിച്ച് ഈ കുഞ്ഞിനെ നോക്കി. അതൊക്കെ ബൈബിളുണ്ട് കേട്ടോ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ഇനി ഒരു ചുവട് പോലും ഈ കുഞ്ഞിന് നടക്കാൻ പറ്റത്തില്ല. ഈ കൊച്ച് എൻ്റെ കയ്യിലിരുന്ന്, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ കയ്യിലിരുന്ന് മരിക്കേണ്ടി വരും. എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന് മരിക്കേണ്ടി വരുമെന്ന് ഈ അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തതെന്നറിയാമോ? ഈ കുഞ്ഞ് കയ്യിലിരുന്ന് നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് മറ്റെവിടെങ്കിലും ഈ തലമുറയെ ഉപേക്ഷിക്കാം എന്ന് കരുതി നേരെ അവൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കുറുങ്കാട് അവിടെ മുൻപിൽ തെളിഞ്ഞു വന്നു. ഈ കുറുങ്കാട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് യൗവനക്കാരുത്തിയായ നമ്മുടെ നാട്ടിലെ അമ്മമാർ ക്ലോസറ്റിൽ ഉപേക്ഷിക്കുന്ന ലാഘവത്തോടെയോ വണ്ടിക്കകത്ത് ഉപേക്ഷിക്കുന്ന ലാഘവത്തോടെയല്ല, ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവൾ പുറകോട്ട് നടക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത്, പുറകോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഒരു നോക്കൂടെ നോക്കി, ഒന്നുകൂടെ നോക്കി. ആ മുഖത്തൊന്ന് കണ്ണുമറിക്കാൻ പറ്റാതെ സ്നേഹമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അമ്മ പുറകോട്ട് നടന്നു. എത്ര ദൂരം പോയെന്നറിയാമോ? അമ്മത്തൊട്ടിലൊരു കുഞ്ഞിനെ ഇട്ടേച്ച് പോകുന്ന യൗവനക്കാരത്തി വർത്തമാനകാല അമ്മമാര് പോയതുപോലെ ഈ അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. എത്ര ദൂരം പോയി? ഒരമ്പിൻപാട് ദൂരത്തെ ഈ അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ. അമ്പിൻപാട് ദൂരത്ത് നിന്ന് ഈ അമ്മ അവിടെ വീണിട്ട് ഈ അമ്മ ദൈവത്തോട് നെടുമ്പാട് വീണ് കരയുക, എൻ്റെ കുഞ്ഞിൻ്റെ നാശം എനിക്ക് കാണേണ്ടി വരുമോ? ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ടി വരുമോ എന്നോർത്ത് ദൈവത്തോട് കരയുന്ന
ഒരമ്മ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയപ്പന്മാരോടുള്ള ദൂത് പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാണ്. ശ്രദ്ധിച്ചോ, ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുന്ന ഹാഗറിനോട് ദൈവത്തിനൊരാലോചന പറയാനുണ്ട്. ഈ പകലിൽ ഇതിനകത്ത് ഒരുപക്ഷെ ഒരു അമ്പിൻപാട് ദൂരത്തിരിക്കുന്നത് പോലെ കുഞ്ഞ് വളരെ എവിടെയോ ദൂരെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാകാം. ഏതോ രാജ്യത്താണ് തലമുറ. ഒരുപക്ഷെ കഴിഞ്ഞ PTA മീറ്റിംഗിൽ അധ്യാപകർ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, കഴിവ് കുറഞ്ഞവൻ, സാധ്യതയില്ല എന്ന് പലരും പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ ഈ പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഈ തലമുറയെ കുറിച്ച് എനിക്കൊരു ദൂതുണ്ട്. ദൈവദാസനെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു ദൂതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്തകൾ ദൈവം പൊളിക്കാൻ പോകുക. ഇന്ന് പകലിൽ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു ദൂതുണ്ട്. അവൻ മരിക്കേണ്ടവനല്ല, അവൻ നശിച്ചു പോകേണ്ടവനല്ല, അവൻ വീണു പോകേണ്ടവനല്ല. ഈ പകലിൽ ദൂത് ദൈവാത്മാവ് കൈമാറാൻ പോകുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സന്ദേശം തീർക്കണം. ഈ അമ്മ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുമ്പോൾ അവളോട് ദൈവം അരുളി ചെയ്തൊരു ദൂത്. വായിച്ചേ 18-ാമത്തെ വാക്യം. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. ഞാൻ അവനെ ദേശത്ത് ഒരു ജാതിയാക്കും. ഇതാ ദൈവത്തിന് തലമുറയെ കുറിച്ചുള്ള നിർണയം. നിന്റെ കുഞ്ഞ് ഈ മരുഭൂമിയിൽ തീരത്തില്ല, ഞാൻ അവനെ ദേശത്തൊരു ജാതിയാക്കും. ഞാൻ നിന്റെ തലമുറയെ ദേശത്തൊരു ജാതിയാക്കും. ആരൊക്കെയോ പറഞ്ഞ് തലമുറ പോയെന്നും തലമുറ നഷ്ടപ്പെട്ടെന്നും ഇനി മടങ്ങി വരവില്ലെന്നും ഇനി ആ തലമുറയ്ക്കൊരു എഴുന്നേൽപ്പില്ല എന്നും മരുഭൂമിയിൽ തീർന്നു. അപ്പം തീർന്നത് വെച്ച്, വെള്ളം തീർന്നത് വെച്ച് സാഹചര്യങ്ങളെ വിലയിരുത്തി നീയും മനസ്സുകൊണ്ട് വിചാരിച്ചു നശിച്ചു എന്ന് തമ്പുരാൻ പറയുന്നു, ഞാൻ അവനെ ദേശത്ത് ഒരു ജാതിയാക്കും. ഞാൻ ഈ തലമുറയെ ദേശത്തൊരു ജാതിയാക്കും. ഞാൻ ദേശത്ത് ഈ തലമുറയെ ജാതിയാക്കും. 1976 ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അമ്മയപ്പന്മാർക്ക് പിറ്റേ വർഷം ദൈവം ഒരു പെൺകുഞ്ഞിനെ ദാനമായി കൊടുത്തു. വിവാഹിതരാകുമ്പോൾ അമ്മയ്ക്ക് സഹോദരങ്ങൾ 9, അപ്പന് സഹോദരങ്ങൾ 7. കല്യാണം മൂത്ത മകനായതുകൊണ്ട് അപ്പൻ പറഞ്ഞു, മോനെ നീ കുടുംബസ്ഥനായി, നിന്റെ താഴത്ത് 6-7 പേര് ഇനി കിടക്കുക, അവരുടെ ഭാവിയൊക്കെ ക്രമീകരിക്കണം. അതുകൊണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ വിളയിൽ ഒരു 30 സെൻറ്റ് സ്ഥലം, അന്നത്തെ കാലത്ത് ദൂരെ കിടക്കുന്ന സ്ഥലത്തിന് വിള എന്നാ പറഞ്ഞു, വിളയിൽ 30 സെൻറ്റ് സ്ഥലമുണ്ടല്ലോ, നീ അവിടെ ഒരു ഷെഡ് വെച്ച് താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്ത് 7 സഹോദരങ്ങളുള്ള മൂത്ത മകൻ അപ്പൻ പറഞ്ഞതനുസരിച്ച് വിളയിലേക്ക് പോയി ഒരു ഷെഡൊക്കെ വെച്ച് തൻ്റെ കുടുംബജീവിതം ആരംഭിച്ചു. 1970-78 കാലഘട്ടമായപ്പോൾ ദൈവം ഒരു പെൺകുഞ്ഞിനെ ദാനമായി കൊടുത്തു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ ഒരു പെൺകുഞ്ഞിനെ തന്നല്ലോ. നന്ദിയൊക്കെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒരു കുഞ്ഞിനെയും കൂടെ തരണം, ഒരു ആൺകുഞ്ഞിനെ, ഒരു പെങ്കൊച്ച്. ന്യായമായ ഒരു പ്രാർത്ഥന. ഒരു പെങ്കൊച്ചിനെ കിട്ടിയപ്പം അപ്പനും അമ്മയും ദൈവത്തോട് പറഞ്ഞു, ഒരു ആൺകുഞ്ഞിനെയും കൂടെ തരണം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ദൈവം 1980 ഒരു ആൺകുഞ്ഞിനെ ദൈവം അവർക്ക് ദാനമായി കൊടുത്തു. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമായി കുഞ്ഞിനെ വളർത്തുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ഈ കൊച്ചു ജനിച്ച ഒരല്പം കഴിഞ്ഞപ്പോൾ മുതലേ വല്ലാത്ത കരച്ചിൽ, വല്ലാത്ത നിലവിളി. പൊതുവെ രാത്രി പിള്ളേർ കരയുമെന്നൊക്കെ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ വരുമ്പം ഈ വയറയിലൊക്കെ ഇങ്ങനെ പിടിച്ചാൽ കരയുന്നേ. അപ്പം വിചാരിച്ചു എന്തോ നമ്മുടെ നാട്ടിലെ ഭാഷയനുസരിച്ച് വായു ഇളകിയതായിരിക്കും അല്ലോ. അങ്ങനെയൊക്കെയുള്ള പദമൊന്നും ഇപ്പോൾ ഇവിടെ കേൾക്കാൻ സാധ്യതയില്ല. വായു ഇളകിയതായിരിക്കും. അന്നത്തെ കാലത്ത് ഈ വായു ഇളകാൻ സാധ്യതയുണ്ടായതുകൊണ്ട് പ്രസവം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരമരുന്ന്, അച്ഛാ കേട്ടിട്ടുണ്ടോ ഒരമരുന്ന്? വൈദ്യശാലയിൽ നിന്ന് മേടിക്കുന്ന സാധനമാണ് ഒരമരുന്ന്. അതിനകത്തൊരു ജാതിക്കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാതിക്കുരുവൊക്കെ ഒന്ന് അരച്ചിട്ട് ഈ കൊച്ചിൻ്റെ നാക്കിലോട്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പം കരച്ചിലൊരല്പം ആശ്വാസമാകും. കാരണം ഈ ജാതിക്കുരുവിനൊരു വല്ലാത്ത കവർപ്പുമൊക്കെയാണ്. അപ്പോൾ ഉടനെ അവർ വിചാരിക്കും വായു അടങ്ങി. അതുകൊണ്ടാണ് കൊച്ച് എന്തായാലും ഇതിങ്ങനെ കുറച്ച് ദിവസം കഴിയും കൊച്ചിന് പിന്നെയും വയറുവേദന ഇങ്ങനെ വരുന്നു, വയറിനകത്ത് പിടിച്ചോണ്ടായി കരയുന്നത്. പെട്ടെന്ന് തന്നെ
കുഞ്ഞപ്പൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് അവിടെ, കുഞ്ഞപ്പൻ്റെ ആശുപത്രി. ഈ മുഴ വളരുന്നതനുസരിച്ചായി വേദന. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കതങ്ങ് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ ചോദിച്ചു, ഓപ്പറേഷനോ? 6 മാസമേ പ്രായമായിട്ടുള്ളൂ, ഓപ്പറേഷനോ? ആദ്യ മൂത്ത മകനായതുകൊണ്ട് ഒന്നുമില്ലാതെ ഷെഡി താമസിക്കുക, ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ ഞെട്ടി. അവർ പറഞ്ഞു, കാര്യമാക്കണ്ട എന്ന് പറഞ്ഞാലും ഇത് വളരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് എത്രയും വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്യണം. നിർവാഹമില്ല. പക്ഷേ ഇത് കേട്ട ഈ അമ്മ മാതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാച്ചാ, ഭാരപ്പെടണ്ട. ഭർത്താവ് കെട്ടിക്കൊടുത്ത, മർത്തോമാ സഭയിലെ കല്യാണത്തിന് കെട്ടിക്കൊടുത്ത ഒരു താലിമാലയുണ്ട്. ആ താലിമാല ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് വിൽക്കുവോ പണയം വെക്കുവോ എന്ത് വേണേലും ചെയ്തു, നമ്മുടെ കൊച്ചിനെ നമുക്ക് രക്ഷിക്കണം. അങ്ങനെ ഭർത്താവ് താലിമാല കൊണ്ടുപോയി വിറ്റ് കുറച്ച് പണവും ഒക്കെ ആയിട്ട് കുഞ്ഞപ്പൻ്റെ ആശുപത്രി കെട്ടി ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ഏതാണ്ട് 3-3.5 കിലോ വെയിറ്റുള്ള ഈ കൊച്ചു ശരീരത്തിൽ നിന്ന് 300 ഗ്രാം വരുന്ന തൂക്കം വരുന്ന ഒരു മാംസം കട്ട് ചെയ്ത് ഒരു ചെറിയ പാത്രത്തിലാക്കി ഈ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതായി കുഞ്ഞിൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്നേ, ഇനി പാരപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അതെടുത്ത് കളഞ്ഞു. പോയ പണവും പോയ സ്വർണവും ഒക്കെ ലാഭമാണ്, കൊച്ചു വളർന്നു വന്നാൽ പിന്നെ ഓക്കെ ആണല്ലോ. അങ്ങനെ സന്തോഷം. 3-4 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു, വീട്ടിലോട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കൊച്ചിനെയും കൊണ്ട് നേരെ വീട്ടിൽ വന്നു. പലരും വന്ന് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ദിവസങ്ങളായി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഈ സഹോദരി, ഈ അമ്മയുടെ അനുജത്തിമാർ പലരും നേഴ്സുമാരാണ്. അന്നത്തെ കാലത്ത് ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാ. കൊച്ചിൻ്റെ ഓപ്പറേഷൻ എന്ന് അറിഞ്ഞ് പല അനിയത്തിമാരും വന്ന കൂട്ടത്തിൽ ഒരു നേഴ്സ് വീട്ടിൽ വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. കുഞ്ഞിനെ വന്ന് കണ്ടു. കയറിയപ്പോൾ തന്നെ ഈ സഹോദരിക്ക് ഒരു വല്ലാത്ത സ്മെല്ല്, ഒരു വല്ലാത്ത ദുർഗന്ധം മൂക്കിനകത്ത് ഭവിച്ചു. ഇവർക്ക് മനസ്സിലായി, ഇവർ നേഴ്സ് ആയതുകൊണ്ട് മനസ്സിലായി, ഇത് മാംസം അഴുകുമ്പോഴുള്ള ഒരു സ്മെല്ലാണ്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മൂടിയിട്ടിരുന്ന തുണി മാറ്റി നോക്കിയപ്പം താണ്ടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുഴുവൻ ചുമന്ന് പഴുത്ത്, ഏതാണ്ട് ഒരു പഴുത്ത പഴത്തിനകത്ത് കൈവച്ചാൽ എങ്ങനെ താണു അതുപോലെ പഴുപ്പ് കയറിയെന്ന് മനസ്സിലായി. പക്ഷെ അവരോട് പറഞ്ഞില്ല. അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇനി അധികം സമയം വെച്ചോണ്ടിരിക്കേണ്ട, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുഞ്ഞപ്പൻ്റെ ആശുപത്രി കാണിക്കുക. ഡോക്ടർ വന്നു, കുഞ്ഞിനെ എടുത്തു നോക്കിയപ്പോൾ ഡോക്ടറിന് മനസ്സിലായി, ഈ ഓപ്പറേഷൻ ചെയ്ത ഭാഗം ഇൻഫെക്ഷനായി. കാരണം മറ്റൊന്നുമല്ല, ഈ ചാണകം തളിച്ച വീടിനകത്തായി കുഞ്ഞിനെ കിടത്തിരി. കട്ടിലോ തട്ടുപടിയോ ഒന്നുമില്ല. ഒരു പായ്ക്കകത്ത് ഒരു ഈ മറ്റേ കൈത പോലെയുള്ള അതിനകത്ത് ആ ഒരു പായ്ക്കകത്തായി കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്. തഴപ്പ എന്ന് പറയും. തഴപ്പ നല്ല ബെഡ് പോലെ തണുപ്പും അത്യാവശ്യം സോഫ്റ്റുമാണ്. അപ്പോൾ ഈ തൂക്കുന്ന സമയത്ത് പൊടി ഏതാണ്ടൊക്കെ വന്ന് ചാണകത്തിൻ്റെ പൊടിയൊക്കെ പറ്റിയാണ് ഇൻഫെക്ഷൻ ആയത്. ഡോക്ടറുടെ കാര്യം പിടികിട്ടി. പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് ശരീരത്തിൻ്റെ അകത്തേക്കും പഴുപ്പ് കയറി. നോക്കണേ, അകത്തേക്കും കയറി. കൊച്ചിനെ തിരിച്ചു കിട്ടത്തില്ലെന്ന് ഡോക്ടറിന് മനസ്സിലായി. അമ്മയും അപ്പനെയും അകത്തേക്ക് വിളിച്ചിട്ട് ഡോക്ടർ ആശ്വാസത്തോടെ പറയുക, സഹോദരി ഭാരപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, നിങ്ങൾ യൗവനക്കാരാ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രായമൊന്നും അതിക്രമിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുഞ്ഞിന് ഒരു അല്പം ഇൻഫെക്ഷനൊക്കെ ആയി. ഇനി ഇവിടെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത്രയും സ്നേഹിച്ചതല്ലേ, ഇത്രയും പൈസയൊക്കെ ചെലവഴിച്ചതല്ലേ, കൊച്ചിനെയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിക്കോ. ഒരു 3-4 ദിവസം, മാക്സിമം പോയ ഒരാഴ്ച എന്ന് ഈ അമ്മയോട് മാത്രം പറഞ്ഞു. ഈ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞപ്പൻ 7 ദിവസത്തെ കാലാവധി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ അമ്മ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക്, അമ്മായിമ്മയുടെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ മുടിയൊക്കെ അഴിച്ചിട്ട് ആ വരാന്തയിലൂടെ ഒരു നിലവിളിയാ, തമ്പുരാനെ, ദൈവത്തോട് ഞങ്ങളൊരു ആൺകുഞ്ഞിനെ ചോദിച്ചു, നീ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ദാണ്ടെ 6 മാസം വളർത്തി. കുഞ്ഞപ്പൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 7 ദിവസമാണ്. കർത്താവേ, ഈ കുഞ്ഞിനെ നീ ആയുസ്സോടും ആരോഗ്യത്തോടും തന്നാൽ വളർത്തി അവിടുത്തെ വേലയ്ക്ക് തന്നേക്കാം. നിങ്ങൾക്ക് കേൾക്കണോ? 7 ദിവസത്തെ ഡേറ്റ് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുത്ത ആ കുഞ്ഞ് 45 വയസ്സ് തികഞ്ഞവനായി നിങ്ങളുടെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുന്ന എൻ്റെ അനുഭവ സാക്ഷ്യമാ ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസ്താവിച്ചത്. കേൾക്കണോ? കുഞ്ഞപ്പൻ ഡോക്ടർ മരിച്ചാ. കുഞ്ഞപ്പൻ ഡോക്ടർ, കൊട്ടാരക്കരയിലെ കുഞ്ഞപ്പൻ ഡോക്ടർ മരിച്ചു. പക്ഷെ 7 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ ഞാൻ പാളയം PMG ചർച്ചിൽ നിന്ന് പ്രസംഗിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു അമ്മയുടെ നിലവിളിയ, ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് കരയാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ തലമുറ നശിച്ചു പോകാം. റജി പ്രസംഗിക്കുന്നത് കേട്ട് കഴിവിടെ ദൈവത്തെയല്ല, ആരേലും പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നതുമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ കൂടെ ഇന്നലെ വന്ന ബോബി
ഞങ്ങളൊക്കെ ഒരുമിച്ച് മിഷൻ യാത്ര ചെയ്യുന്നവരാ. ബോബി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ജോബിൻ പാസ്റ്ററെ, ഉടുപ്പൊക്കെ ഉരി ആണുങ്ങളായതുകൊണ്ട് ഒരു മുറിയിൽ വസ്ത്രം മാറുമ്പോൾ, അച്ഛാ ഇത്രയും വലിയ ഓപ്പറേഷൻ ആയിരുന്നു അച്ഛാൻ്റെ ശരീരത്തിൽ ചെയ്തത്, കണ്ടാൽ നിങ്ങളും ഭയപ്പെടും. അത്രത്തോളം വലിയൊരു ഓപ്പറേഷനാ എൻ്റെ ശരീരം. താണ്ടെ കാക്ക കൊത്തിയതൊന്നും അല്ല. ചിലർ ചോദിക്കും, പാസ്റ്ററെ കാക്ക കൊത്തിയതാണോ പുറകി? തമാശയ്ക്ക് ചോദിക്കുന്നയാ, കാക്ക കൊത്തിയതല്ല. മരുന്ന് കയറ്റാൻ ഒരു ഞരമ്പും അനുവദിക്കാതെ വന്നപ്പോൾ എന്താ ഇവിടുന്ന് ഒരു ഞരമ്പ് കിട്ടി, അവിടുന്ന് കയറ്റിയതാ. ഇന്നും അടയാളമായി കിടപ്പുണ്ട്. ഞാൻ പറയാം, കേട്ടുകഴിവിടെ ദൈവത്തെ അല്ല റിജു പ്രസംഗിക്കുന്നത്. ജാതിയാക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പുരാൻ ജാതിയാക്കും. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കുഞ്ഞ് നശിക്കത്തില്ല, നിന്റെ തലമുറ നശിക്കത്തില്ല, നിന്റെ തലമുറ ഇല്ലാതാകില്ല. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. വളർന്നു വന്നു, കാലം ഇത്രയൊക്കെ ആയി. എന്തോ ഞാനൊരു കാര്യം പറയാം, വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയില്ല മാമേ. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഉഴപ്പ് കൊണ്ട് നേടാൻ പറ്റിയില്ല. പ്രാഥമിക വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ ദൈവം അയച്ച സ്ഥലങ്ങൾ, ദൈവം അയച്ച രാജ്യങ്ങൾ, ദൈവം അയച്ച വീടുകൾ, ദൈവം ചെയ്തെടുത്ത ശുശ്രൂഷ എൻ്റെ കഴിവോ പ്രാപ്തിയോ അല്ല. എൻ്റെ അമ്മയുടെ കരച്ചിലിൻ്റെ നടുവിൽ ദൈവം അമ്മയോട് കൊടുത്ത ദൂത. ഈ പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, സാധ്യതയില്ലാത്ത നിന്റെ തലമുറയെ നോക്കി, സാധ്യതയില്ലാത്ത നിന്റെ കുഞ്ഞിനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറ ദേശത്തൊരു ജാതിയാകാൻ പോകുക, ഒരു ജാതിയാകാൻ പോകുക. കൃപ, 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 കൃപ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ കേൾക്കണം കേട്ടോ. സത്യമായി പ്രസംഗിച്ചു വരുന്ന ഈ ഞാൻ നിങ്ങളോട് ഒരു പരമസത്യം പറയാം. ഇവിടെ വന്നിരിക്കുന്നത് വരെ, ഇവിടെ വന്നിരിക്കുന്ന നിമിഷം വരെ ഞാനിവിടെ പ്രസംഗിക്കാൻ മറ്റൊരു വിഷയമാണ് തിരഞ്ഞെടുത്തിരുന്നത്. ജിജിച്ചാനെയും ഈ അച്ചാനെയും ആ ആൻറ്റിയെയും കണ്ടതുകൊണ്ട് മാത്രമാണ് എൻ്റെ സന്ദേശം മാറ്റിയത്. ഇല്ലെങ്കിൽ ഞാൻ ആ സന്ദേശം തന്നെ പറയുമായിരുന്നു. പക്ഷേ അവരെ ദൈവം കൂട്ടിവരുത്തിയേ എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ. ചില അമ്മമാരോടും ചില അപ്പന്മാരോടും ദൈവത്തിന് സ്വകാര്യമായ രഹസ്യമായ ചിലത് പറയാനുണ്ടായിരുന്നു. നിങ്ങളുടെ പുകച്ചിലും നീറ്റുകളും അറിയാവുന്ന തമ്പുരാൻ ഇന്ന് പകൽക്കാലം ആരെയൊക്കെ നോക്കി പറയുന്നു, നിന്റെ തലമുറ നശിക്കത്തില്ല. ഈ അമ്പിൻപാട് ദൂരത്ത് അവൻ മരിച്ചു പോകത്തില്ല, അവൻ നശിച്ചു പോകത്തില്ല, അവൾ നശിക്കത്തില്ല. ഞാൻ അവളെ ജാതിയാക്കും. ഈ പകലിൽ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ സമപ്രായക്കാരൻ എനിക്കുണ്ട് മാസ്റ്ററെ. അവൻ ഇന്ന് വരെ ആലയത്തിൽ കയറിയിട്ടില്ല, ഇന്ന് വരെ ആത്മാവിൽ ആരാധിച്ചിട്ടില്ല എന്ന ദുഃഖം ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു ജാതിയാക്കാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഹാഗറിനോട് പറഞ്ഞ ദൂത. അത് നിറവേറപ്പെട്ടോ? നിറവേറപ്പെട്ടു. 2001 ഞാൻ വിചാരിക്കുന്നു. സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ ലോകരാജ്യം മുഴുവൻ, ലോകത്തെ മുഴുവൻ മുൻനിലയിൽ നിർത്തിക്കൊണ്ടൊരു രാജ്യം പറഞ്ഞു, ഞങ്ങളാണ് ലോകത്തിൻ്റെ സെക്യൂരിറ്റി, ഞങ്ങളാണ് ലോകത്തിൻ്റെ പോലീസ്. 2001 സെപ്റ്റംബർ 11-ാം തീയതി രാവിലെ 8:45 അവരറിഞ്ഞു അവരെക്കാൾ വലിയ ഒരു ശക്തി ഉണ്ട് എന്ന്. സ്വത്രം സ്വത്രം. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ നിറവേറപ്പെട്ടെങ്കിൽ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയോട് ആമേൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഒരു വാഗ്ദത്തം കൈമാറിയാൽ സമ്പാദിച്ച സഭയോട് ചെയ്യാതിരിക്കുമെന്നാണോ ഈ പറയുന്നത്? നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് തമ്പുരാൻ ഒരു ദൂത് പറഞ്ഞാൽ അത് നടക്കാതെ പോകുമെന്നാണോ? സ്വത്രം 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 സ്വത്രം. നിന്റെ തലമുറയെ ഞാൻ ദേശത്തൊരു ജാതിയാക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ പോകുക. ഈ പകലിൽ ഈ സന്ദേശത്തിന് തുടർ സന്ദേശം ഉണ്ടെങ്കിലും ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സ്വത്രം 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 സ്വത്രം. ഈ പകലിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പകലിൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് നിന്ന് ഈ വാഗ്ദത്തം ഒന്ന് കൈപ്പറ്റാൻ, ഈ വാഗ്ദത്തം ഒന്ന് പ്രാപിച്ചെടുപ്പാൻ ആഗ്രഹമുണ്ട്. സ്വത്രം സ്വത്രം. ദൈവാത്മാവ് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. ആമേൻ. 7-ാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ സഭയുടെ നടുവിൽ നിന്ന്
പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്. ആ നിർണയം നിങ്ങളുടെ നാശത്തിനെ കുറിച്ചല്ല, നിങ്ങളെ ശത്രു വീഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുണ്ട്. ആ നിർണയത്തെ ആർക്കും ദുർബലമാക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ബാലാക്കിന് കഴിയാത്ത, ബിലയാമിന് കഴിയാത്ത, അബ്രഹാമിന് കഴിയാത്ത, ചൂരച്ചെടിക്ക് കഴിയാത്ത, സാറായിക്ക് കഴിയാത്ത, അപ്പത്തിനോ തുരുത്തിയിലോ വെള്ളത്തിനോ തീർത്തു കളയാൻ പറ്റാത്ത ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ട്. ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറയെ കുറിച്ച് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വെള്ള ഷോളിട്ടിരിക്കുന്ന ആ ആന്റി ഒന്ന് വിളിച്ചു, ആ ചുരിദാർ ആ മോളുടെ ഇപ്പുറത്തിരിക്കുന്നേ ആ ആന്റി, പരിശുദ്ധാത്മാവ് ദൈവദാസിയോട് പറയുന്നു, തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. സ്തോത്രം. ദൈവത്തിനൊരു നിർണയമുണ്ട്. ആ നിർണയം വെളിപ്പെടാൻ പോകുകയാണ്. ഒരുപക്ഷെ പരസ്യമായി പറയുന്നില്ലെങ്കിലും ഹൃദയത്തിനകത്ത് തലമുറയുടെ വിഷയങ്ങളിൽ, അവരുടെ ഭാവി കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഞാൻ ആ ഹൃദയത്തെ തണുപ്പിക്കും. ഈ വർഷം തന്നെ, ഇത് തീരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഡിസംബർ കഴിയുന്നതിന് മുൻപ് 2025 തന്നെ ചിലതിൻ്റെ മേൽ ദൈവം ചില തീർപ്പ് കൽപ്പിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. വേഗത്തിൽ ചില ഫയലുകൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ചില നഷ്ടപ്പെട്ട പേപ്പറുകൾ തമ്പുരാൻ മടക്കി തരാൻ പോകുകയാണ്. തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു ആലോചന കൈമാറുകയാണ്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ ദാസിയുടെ മേൽ അങ്ങനെ ഒരു വാഗ്ദത്തം ഇന്ന് പകൽ അവിടുന്ന് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രിയ അങ്കിളിനോട് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ പറഞ്ഞ ദൂത് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അത് പറയുകയാണ്. തലമുറയെ കുറിച്ച് ഒത്തിരി വ്യാകുലപ്പെടുന്നുണ്ട്. ഇന്നലകളിൽ കേട്ട ശബ്ദം ഒത്തിരി വേദനിപ്പിച്ച ശബ്ദമാണ്. അത് നിമിത്തം ഭവനത്തിനകത്ത് പോലും ചില അസ്വസ്ഥതകൾ വേട്ടയാടുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്ന, ഭാരപ്പെടണ്ട കേട്ടോ, ഞാൻ ഈ തലമുറയെ ജാതിയാക്കി നിർത്താൻ പോകുക. സ്തോത്രം. കഴിവുള്ളവരെക്കാൾ, പ്രാപ്തിയുള്ളവരെക്കാൾ, ശ്രേഷ്ഠതയുള്ളവരെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ ഈ തലമുറയെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ആലോചന കൈമാറുന്നു. അങ്കിളിനോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് മുൻപ് ഒരു വാതിൽ തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ ഞാൻ നിന്റെ മുൻപിൽ തുറക്കുമെന്ന് കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസനെ ദൈവം ആശീർവദിക്കണമേ. ആ വിഷയത്തിന്റെ മേൽ ദൈവം അവിടുന്ന് തീർപ്പ് കൽപ്പിക്കണമേ. കർത്താവേ, ഞാൻ ഈ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേട്ട ജനത്തിനായി, ദൈവ മക്കൾക്കായി, മാതാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളൊക്കെ ഈ കുടുംബങ്ങളിൽ നിറവേറപ്പെടേണ്ടതിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പാടിയാട്ടെ. ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാര്? അവൻ കൈനീട്ടിയാൽ അതിനെ മടക്കാവുന്നവനാര്? ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയാമോ, എൻ്റെ തമ്പുരാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ഉലകത്തിനൊരു ശക്തിക്കും കഴിയുകയില്ല. അവനൊരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. അവനൊരു പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. അവൻ അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറ, ഇന്ന് പകൽ അവൻ്റെ ചില നിർണയങ്ങൾ, അവൻ്റെ ചില തീരുമാനങ്ങൾ എൻ്റെ കൂടാരത്തിനകത്ത്, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന പകലാണ്. അത് വെളിപ്പെട്ടു വരുന്ന പകലാണ്. അതിനെ തടയുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങള് ഈ പകൽ ദൈവാത്മാവ് വെട്ടുന്ന പകലാണ്. ചില നിമിഷങ്ങളിൽ ആ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വോത്രം ചെയ്യാമോ? ഇവിടെ സ്വോത്രം ചെയ്യുമ്പോൾ വീട്ടിനകത്ത് ചില വിടുതലുകൾ, ഓഫീസുകളിലായിരിക്കുന്ന തലമുറകളുടെ ചില വിടുതലുകൾ, രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ചില വിടുതലുകൾ, ഈ സഭയ്ക്കകത്തായിരിക്കുന്ന തലമുറകളുടെ മേൽ ഇന്ന് മകൾ ചില വിടുതൽ ദൈവാത്മാവ് വഹിക്കുകയാ. വിശ്വാസത്തോടെ സ്വോത്രം ചെയ്യാമോ? ചില സെക്കൻഡുകൾ, ചില മിനിറ്റുകൾ മാത്രം തലമുറകൾക്കായി ഒരു നിമിഷം സ്വോത്രം ചെയ്താട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ
തലമുറകൾ വിവാഹിതരായിരിക്കുന്നവരായിരിക്കാം, അവർക്ക് തലമുറകൾ ഉള്ളവരായിരിക്കാം. പക്ഷേ ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? ഈ പകൽ വ്യത്യസ്തമായൊരു വിടുതൽ ഈ 7ാമത് പകൽ ദൈവാത്മാവ് അയക്കുകയാ. അധര ജഗന റഗദൽ ഹർത്തസിയാന അംദൽ കമാനഗച്ചസിയാന. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവുള്ളിൽ ഒരു ഉറപ്പ് തരുന്നു. ചില അമ്മമാരുടെ കണ്ണ് നനഞ്ഞ പകലായി പകൽ. ചില കണ്ണുകൾ ദൈവവചന ശുശ്രൂഷയുടെ നടുവിൽ ചില അമ്മമാരുടെ ചില പിതാക്കന്മാരുടെയൊക്കെ കണ്ണുകൾ നനഞ്ഞ പകലാണെങ്കിൽ, നിറഞ്ഞ പകലാണെങ്കിൽ, ഇന്ന് പകല കണ്ണുനീർ തുളുമ്പിയ പകലാണെങ്കിൽ, ഈ പകൽ വിശ്വാസത്തോടെ പറയാമോ, എന്ന് പകല തലമുറയുടെ മേൽ ആ വിടുതൽ വെളിപ്പെടുന്ന പകലാണ്. ഒരല്പസമയം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്താട്ട്. ഇന്ന് പകൽ തലമുറകളുടെ വിടുതലിന്റെ പകലാണ് യേശുവിന്റെ നാമത്തിൽ. അർത്ഥന ജാതിക ലഗജ ശംദല ഘടക ചരക തലയ അർത്ഥന വാദല വൈഷമ ലഗദല വർത്തല മൗഢമ രഗജ സൈതല അർത്ഥ രഗജ രമന ധനക രഗദ ലഗജ രഗദ ലഗജ ഉടക രമന സൈതൽ ഖമനം ചകരം ധാനം ധേരം ചേരെ. ചിലതിനെ വെട്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഒരു നിയോഗം തരികയാണ്. ചിലതിനെ വെട്ടി പ്രാർത്ഥിക്കാൻ. ഉടമന വർത്തല വൗഷമൻ അംതല വർത്തല വൗഡമ രഗജല ഹർത്തല രാധല. ഇന്ന് പകൽ ആത്മമാർ, പിതാക്കന്മാർ, ദൈവദാസന്മാർ ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? ചില നിമിഷങ്ങളിൽ ചില വിടുതലുകൾ നടക്കുകയാണ്. ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന ഒരു കാഴ്ച ആത്മാവി കണ്ട് സ്തോത്രം ചെയ്യ്. ഉടക രമന ധനക രഗജ രഗദ ലഗജ രമന ധനയ രഗദ ലവന അർത്ഥ രഗജ സംദൽ ഘടക സൈതൽ ഘടകല. ചിലതിനെ മടക്കി പ്രാപിക്കുന്ന, തിരികെ പ്രാപിക്കുന്ന ഒരു പകലാണ് യേശുവിന്റെ നാമത്തിൽ. ചിലതിനെ മടക്കി പ്രാപിക്കുന്ന. ഉടക രമന ധനക രഗജ രമന ധലക രഗജ ലവന ധനക രഗദ ലവന ധനയ തിരീബ ശൈതൽ ഖമന സംദൽ ഘടകം ചാനം തേര് ഉടക രമന ധനക രഗജ ലമന ധലക രഗജ ലമന ധനക രഗജ ഉടക രമന സൈതൽ ഘടക ശമനം താനം തേരം ചേര്. ഇന്ന് പകൽ വിശ്വാസത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. ഇന്ന് പകൽ തലമുറകളുടെ മേൽ ദൈവം ഒരു വിടുതൽ അയച്ചിരിക്കുകയാണ്. വിശ്വാസത്തോടെ പറയാമോ? ദുഷ്ടപിശാചേ, നീ ഒത്തിരി നാളുകളായി ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളുടെ തലമുറകളെ നോട്ടം വയ്ക്കുന്ന ഹല്ലേലൂയ പൈശാചിക മേഖല ഇന്ന് പകൽ പത്തി മടക്കുകയല്ല, അതെന്നേക്കുമായി അമർ ചെയ്യപ്പെടുന്ന ഒരു പകലാകുക യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. ഞങ്ങൾ ജയമടിക്കുകയാണ്. ഈ പകൽ കേൾക്കപ്പെട്ട ആ ദൂതിന്റെ മുമ്പിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാമോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ചില നിർണയങ്ങൾ, ചില തീരുമാനങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുന്ന പകലാണ്. അത് വെളിപ്പെട്ടു വന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഒരു നിമിഷം നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സജീവ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം 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 സ്തോത്രം. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ
കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ, ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തൊട്ടുണർത്തിയതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. അങ്ങ് ഒരു കാര്യം ചിന്തിച്ചാൽ അത് ഒരു മനുഷ്യർക്ക് മാറ്റുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങൊരു കാര്യം നിർണയിച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ അങ്ങയുടെ വിശ്വസ്തതയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവ് വിടുതലുകൾ ഇന്ന് പകൽക്കാലം പകർന്നതിനായി സ്തോത്രം. ചില തലമുറയ്ക്കകത്ത് കർത്താവ് അത് പകർന്നതിനായി സ്തോത്രം. ചില തലമുറകൾക്ക് അത് ജീവൻ പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അതേ പിതാവേ, കർത്താവ് വിധി എഴുതിയത് ഇന്ന് പകൽക്കാലം ദൈവം മാറ്റി എഴുതിയതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവേ. അതൊരു പ്രവൃത്തി പദവിയിലേക്ക് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ചില കണ്ണുനീരുകളെ തുടച്ച് കർത്താവേ, ആമേ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം കർത്താവ് ചില കൂടാരങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ശബ്ദങ്ങൾക്കായി നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നത് പിതാവേ. ഇന്ന് കഥാവേ, ഹല്ലേലൂയ, കഥാവ് വീണ്ടും ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ ആലോചന ഞങ്ങളെ നടത്തുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. തലവണക്കിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്ത് എല്ലാ ദാസന്മാർക്കായി സ്തോത്രം. പൂർണ്ണമായും ഭാഗികമായി ഉപവാസത്തോടെ ആയിരിക്കുന്ന എല്ലാ മക്കളും ഒരു പ്രാവശ്യം കൊണ്ട് ഏൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആലോചന വീണ്ടും ഞങ്ങളെ നടത്തുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന കർത്താവെ, അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യ അയച്ച അങ്ങയുടെ മാറ്റമല്ലാത്ത ശബ്ദം കേൾപ്പിച്ച് അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും കർത്താവേ, അധികമായി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ അയക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കുവാൻ, അങ്ങ് അധികാരപ്പെടുത്തുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരുന്നു വീണ്ടും ഞങ്ങൾ കാണും വരെ ക്രൂശിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, സ്തോത്രം എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകാം. കൃത്യം 1:30 ഇവിടെ വെച്ച് 2:30 മണി വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥനയിലും എല്ലാ പ്രിയപ്പെട്ടവരും സംബന്ധിപ്പാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വൈകിട്ട് കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. നാളെ പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്ലെമൻറ്റ് ജോസ് നമ്മുടെ മധ്യേ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.